ഹലോ ഹായ് ഗൈസ്, മകളെ JP ആണ് കേട്ടോ. നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫിസിക്സിലെ ഫസ്റ്റ് ഇയറിലെ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുമ്പിലേക്കാണ് ടീം മെസോൺ കൊണ്ടുവരുന്നത്. റെഡിയാണോ മക്കളെ? സെറ്റ് അല്ലേ? നമുക്ക് അടിപൊളിയായിട്ട് എന്റെ കൂടെ ഉണ്ടാവില്ല മക്കള്. നീ എത്ര ടൈം ആണെങ്കിലും എന്റെ കൂടെ വേണം. നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ? എങ്ങനെയാണ് നമ്മൾ തൊട്ട് മുൻപുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് മക്കൾ പഠിക്കേണ്ടത്, എവിടെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ചാപ്റ്ററിലും നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ. ആ ഭാഗങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും മക്കൾക്ക്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ യാതൊരു ഡൗട്ടും ഇല്ലാതെ അടിപൊളിയായിട്ട് നല്ല എ ക്ലാസ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ കൈവരിക്കാൻ പറ്റും. ശരിയാണോ? അതിനാണ് നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മക്കൾ കാണുന്നുണ്ടല്ലോടാ, മക്കൾ കാണുന്നുണ്ടല്ലേ? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മക്കൾ നോക്കിക്കോ. അങ്ങനെയാണ് മക്കൾ വന്നേ, ചാപ്റ്ററിലേക്ക് വന്നേ. സെറ്റ് ആണ്. മോഷൻ സ്ട്രെയിറ്റ് ലൈന് മക്കള് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മക്കൾ നോക്കി വെച്ചാൽ മതി. യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ചെയ്തു പോടാ. മോഷൻ സ്ട്രെയിറ്റ് ലൈനില് മക്കൾ നോക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെ തന്നെയുള്ള ഒരു കുഞ്ഞു കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. അതില് ഒന്നാമത്തെ കാര്യം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് പലതും ഡിലീറ്റഡ് പോർഷനിലേക്കൊക്കെ വരുന്നതാണ്. പക്ഷെ നമ്മളത് വിട്ടുകളയില്ല കേട്ടോ. ഡിലീറ്റഡ് പോർഷൻ പഠിക്കണം എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത്. നമ്മൾ എക്സാമിന് വരാത്ത ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമുക്ക് ഫിസിക്സ് പഠിക്കണം, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കണം, നല്ല കണ്ടന്റോട് കൂടിയിട്ട് നമുക്ക് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സാമിന് വരുന്നവർ അതൊക്കെ പോട്ടെ, നമുക്ക് അതൊന്നും പ്രശ്നമില്ല. നമുക്ക് നല്ല കോൺസെപ്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ബേസ് ഉറപ്പിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഡിസ്റ്റൻസ് വേണം, ഡിസ്പ്ലേസ്മെന്റ് വേണം, കുറെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അതിൽ. ഓക്കെ, അതിൽ ഡിസ്റ്റൻസ് പറയണം, ഡിസ്പ്ലേസ്മെന്റ് വേണം, വെലോസിറ്റി. ക്ലിയർ? വെലോസിറ്റി വരൂടാ. അതിന്റെ കൂടെ തന്നെ സ്പീഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരും. പിന്നെ ആക്സിലറേഷൻ വരും. സ്പീഡ്, ആക്സിലറേഷൻ വരും. വെലോസിറ്റി തന്നെ യൂണിഫോം വെലോസിറ്റി ഉണ്ട്, നോൺ യൂണിഫോം വെലോസിറ്റി ഉണ്ട്, ആവറേജ് വെലോസിറ്റി ഉണ്ട്, ഇൻസ്റ്റാന്റേനിയസ് വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ, പോസിറ്റീവ് ആക്സിലറേഷൻ ഉണ്ട്, നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി അതിന്റെ സെക്കൻഡ് ഏരിയയിൽ മക്കൾ വരുന്ന ഒരു ഏരിയ ആണ് ഗ്രാഫിന്റെ ഏരിയ. നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇഷ്ടം പോലെ ഗ്രാഫ് ഉണ്ട്, നമുക്ക് അതൊരു പ്രശ്നമേ അല്ല. ടീം മെസോൺ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെ നിങ്ങളുടെ മെസോണിയൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ബുക്ക് എന്തുണ്ടടാ, നമുക്കൊരു 9 ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ. 9 ഗ്രാഫ്. ആ ഗ്രാഫ് പഠിച്ചാൽ മതി, വേറെ ഒന്നിലേക്ക് മക്കൾ കൊടുക്കണ്ട, വേറെ ഒന്നിലേക്ക് മക്കൾ പോകണ്ട. ആ 9 ഗ്രാഫ് നല്ല നീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മക്കളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ ഏരിയ പുഷ്പം പോലെ നമ്മൾ കവർ ചെയ്തു പോട്ടാ, ഒരു കൺഫ്യൂഷനും ഇല്ലേ. ഇനി മൂന്നാമത്തെ ഏരിയ ഏതാണെന്ന് അറിയോ മക്കൾക്ക്? മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ വേറെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസ്. V is equal to U plus AT, V square is equal to U square plus 2AS, S is equal to UT plus half AT square. ഇതൊക്കെ നമുക്കൊന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. ഈ ഗ്രാഫിനെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണോടാ, ഇത്രയും കൈനമാറ്റിക് ഇക്വേഷൻസ് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി, വേറെ ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തിലേക്ക് പോവാടാ, ക്വസ്റ്റിലേക്ക് പോവാം. നമുക്കൊക്കെ അറിയാം ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നൊക്കെ അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണെന്നും, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണെന്ന് അറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്ന് അറിയാം. സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് പറയാം. വെലോസിറ്റി സ്പീഡ് ആകെ ഡിഫറൻസ് വരുന്നത് എന്താണ് മക്കളെ? ഒന്നിലെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആവും. അപ്പോൾ വെലോസിറ്റി ഒരു വെക്ടർ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട, സോ അതൊരു സ്കേലാർ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ടാവും. നമ്മൾ നോട്ടിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്നത് ക്വസ്റ്റ്യനുകളിലേക്കാണ് കേട്ടോ. കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വേഗം പോകാം, നമുക്ക് പൊളിക്കണം. ക്വസ്റ്റ്യനിലേക്ക് വന്നേ. എവിടെ ക്വസ്റ്റ്യൻ എവിടെ? നമ്മൾ ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേഗം വാ. സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാം നമുക്ക്. എടാ, നമ്മൾ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം കൂടി മക്കൾ എടുത്ത് പറയാം. നമ്മൾ
വേറെ ചാപ്റ്ററുകൾ പഠിക്കുന്ന പോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ചെറിയ ചില ടേംസിലെ വ്യത്യാസം കൊണ്ട് നേരെ ഉൾട്ടയായിട്ട് കാര്യങ്ങൾ വരും കേട്ടോ, നേരെ തല തിരിച്ചിട്ട് കാര്യങ്ങൾ വരും. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ മിസ്ലീഡ് ചെയ്ത് പോയിട്ട് തെറ്റിലേക്ക് പോകരുത്. നമ്മൾ കറക്റ്റ് ഒരു ആൻസറിലേക്ക് തന്നെ വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇതിൽ ഗ്രാഫിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നേ. എ ബോഡി falling under the effect of gravity. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാട്ടോ. A body falling under the effect of gravity is said to be in free fall. ആണല്ലോ, ഫ്രീ ഫോൾ ആണെന്ന് നമുക്കറിയാം. ഫ്രീ ഫോൾ ഇതൊക്കെ നമ്മളോട് പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യം ഉണ്ടാവില്ലേ? നമുക്ക് നോക്കാം. ഫ്രീ ഫോൾ. A body falling under the effect of gravity. ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ ഒരു ബോൾ താഴേക്ക് വീഴാണ്. വേറെ ഒന്നുമില്ല. ഒരു തെങ്ങിന്റെ മുകളിൽ നിന്നേ ഒരു തേങ്ങയൊക്കെ താഴേക്ക് വീഴും. തെങ്ങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെയാണല്ലോ വരച്ചിരിക്കുന്നത് അല്ലെ, നമ്മൾ സ്ഥിരം വരയ്ക്കുന്ന രീതിയിൽ ഞാൻ വരച്ചതാണ് കേട്ടോ. പോട്ടെ. ഇപ്പം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ തേങ്ങയല്ലല്ലോ ഉണ്ടാവുക. ബിൽഡിങ്ങിന്റെ മുകളിൽ നമുക്ക് ഒരു ബോൾ എടുക്കാം. ആ ബോൾ നേരെ താഴേക്ക് വീഴണം. അങ്ങനെ ആ ബോൾ നേരെ താഴേക്ക് വീഴുകയാണെങ്കിൽ, അതായത് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് മാത്രമാണ് ഈ ബോൾ താഴേക്ക് വീഴുന്നതെങ്കിൽ നമുക്ക് അതിനെ ഫ്രീ ഫോൾ എന്ന് പറയാം. അതിനാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് എങ്ങനെയായിരിക്കും? A body falling under the effect of gravity is said to be in free fall. Okay, ഞാനും ഓക്കെ ആണ് സാറേ, ഫ്രീ ഫോൾ തന്നെയാണല്ലോ, ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെ. അപ്പൊ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. ഒരു ബോഡി ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ മാത്രം അത് ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുണ്ടാവുന്ന ആക്സിലറേഷൻ എത്രയായിരിക്കും? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. ആക്സിലറേഷൻ 9.8 യൂണിഫോം ആക്സിലറേഷൻ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മക്കളുടെ മൈൻഡിലേക്ക്, മക്കളുടെ തലച്ചോറിലേക്ക് എത്തേണ്ടത് ഒന്നാമത്തെ കാര്യമാണ്, ഓരോ സെക്കൻഡിനനുസരിച്ചിട്ടും ഇതിന്റെ വെലോസിറ്റി 9.8 കൂടിക്കൊണ്ടേയിരിക്കണം. ആദ്യത്തെ സെക്കൻഡിൽ വെലോസിറ്റി എത്രയായിരുന്നു? ഫസ്റ്റ് സെക്കൻഡിൽ വെലോസിറ്റി എത്രയായിരുന്നു? 9.8 ആയിരുന്നു അല്ലെ. സെക്കൻഡ് സെക്കൻഡിൽ എത്രയായിരിക്കൂടാ? 2 into 9.8 ആയിരിക്കും. തേർഡ് സെക്കൻഡിൽ എത്രയായിരിക്കൂടാ? 3 into 9.8 ആയിരിക്കും. അതങ്ങനെ കൂടി വരികയാണ്. ഒരു കൺഫ്യൂഷൻ അടിക്കണ്ട, അങ്ങനെ കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ വെലോസിറ്റി കൂടി വരികയാണ്. മക്കൾ ആലോചിക്കണേ, ഫ്രീ ഫോൾ ആണ്. ടോപ്പിൽ നിന്നും നമ്മൾ ഒരു ബോൾ താഴേക്ക് ഇടാണ് അല്ലെ. ടോപ്പിൽ നമ്മൾ ഒരു ബോൾ താഴത്തേക്ക് ഇടാം, അല്ല നമ്മൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് താഴേക്ക് വരുന്നതല്ല. ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബോൾ താഴേക്ക് ഇടാണ്. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ. അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാം മക്കളെ? അത് 9.8, രണ്ടാമത്തെ 2 into 9.8, മൂന്നാമത്തെ സെക്കൻഡിൽ 3 into 9.8, അങ്ങനെ കൂടി വരല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെലോസിറ്റി കൂടി വരികയാണ്. ടൈമിനനുസരിച്ചിട്ട് വെലോസിറ്റി എന്ത് ചെയ്യാണ് മക്കളെ? യൂണിഫോം ആയിട്ട് കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും മക്കളെ വരിക? ഇവിടെ നമുക്ക് വരയ്ക്കാലോ. ഇവിടെ നമുക്ക് വെലോസിറ്റി വരയ്ക്കാലോ, ഇവിടെ നമുക്ക് ടൈം വരയ്ക്കാലോ. ഈ ഗ്രാഫ് മക്കൾ നോക്കിക്കോ. ഇവിടെ എക്സ് ആക്സിൽ ടൈം എടുത്തു, വൈ ആക്സിൽ വെലോസിറ്റി എടുത്തു. ഇനി ഏത് ഗ്രാഫ് എടുക്കുകയാണെങ്കിലും മക്കളെ യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈം നമ്മൾ എന്താണോ സെക്കൻഡ് ആണ്. നമ്മൾ എന്താ പറഞ്ഞു മക്കളെ? ഒരു സെക്കൻഡിൽ ഇതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? 9.8 ആയിരുന്നു അല്ലെ. സെക്കൻഡിൽ ഇതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? 2 into 9.8 അല്ലെ. തേർഡ് സെക്കൻഡിൽ ഇതിന്റെ വെലോസിറ്റി എത്രയാണോ? 3 into 9.8 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡിലും വെലോസിറ്റി എന്ത് ചെയ്യാണ് മക്കളെ? കൂടി വരികയാണ് അല്ലെ. അങ്ങനെയാണോ നമുക്ക് എങ്ങനെ വരും? ഫസ്റ്റ് സെക്കൻഡിൽ 9.8, സെക്കൻഡ് സെക്കൻഡിൽ 2 into 9.8, തേർഡ് സെക്കൻഡിൽ 3 into 9.8, ഇങ്ങനെയല്ലേ നമുക്ക് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് മക്കൾ നോക്കിക്കോ. നമ്മളെ ഗ്രാഫ് ഇങ്ങനെയല്ലേ വരിക, ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അപ്പൊ ഗ്രാഫ് എങ്ങനെയായിരിക്കും മക്കളെ വരിക? വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു, വെലോസിറ്റി ഗ്രാജുവൽ ആയിട്ട് കൂടി വരുന്ന ഒരു കേസ് വരച്ചു. സെറ്റാണ്, ഒരു കൺഫ്യൂഷനും വേണ്ട. ഇതിന് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് മക്കളെടുത്ത്. നമ്മൾ ഗ്രാഫ് വരച്ച സമയത്ത് ഇത് ഒരു യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷന്റെ വി ടി ഗ്രാഫ് നമ്മൾ എങ്ങനെ വരയ്ക്കണം എന്നാ മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതേ ഗ്രാഫിനല്ലേ മക്കൾ കാണുന്നത്. ഇനി കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. സെറ്റാണ് യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷനിൽ ഇത് വി ടി ഗ്രാഫ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എ ടി ഗ്രാഫ് എങ്ങനെയായിരിക്കും മക്കളെ? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനിലൂടെ, അതായത് ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമ്മൾ 2 or 3 ക്വസ്റ്റ്യൻസ് വീണ്ടും ഡിസ്കസ് ചെയ്യും കേട്ടോ. അതാണ് ടെക്നിക്ക്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും സാറേ. ഒരു കുഴപ്പമില്ല. കാര്യം എന്താ? യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇവിടെ ആക്സിലറേഷൻ എത്രയാണ്? 9.8 ആണ്. ആക്സിലറേഷൻ മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ 9.8 എന്ന് പറയുന്ന ഈ ആക്സിലറേഷൻ, ഒന്നാമത്തെ സെക്കൻഡിൽ 9.8 ആക്സിലറേഷൻ,
രണ്ടാമത്തെ സൈക്കിളിൽ 9.8 ആക്സിലറേഷൻ, മൂന്നാമത്തെ സൈക്കിളിൽ എത്ര തന്നെയായിരിക്കും 9.8 ആക്സിലറേഷൻ, നാലാമത്തെ സൈക്കിളിൽ 9.8 ആക്സിലറേഷൻ. അങ്ങനെയാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സെറ്റ് ആണോ? ഗുഡ്, അടിപൊളി. അങ്ങനെയാണെങ്കിൽ എക്സ് ടി ഗ്രാഫ് എങ്ങനെയായിരിക്കും മക്കളെ ഒന്ന് പറഞ്ഞേ. ഇതൊക്കെ നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ പോയിന്റ്സ് തന്നോണ്ടിരിക്കാൻ മക്കൾക്ക് അതിങ്ങനെ ഗ്രാസ്പ് ചെയ്തോണ്ട് പോവാ. മക്കൾ നോക്കിക്കോ, അഡീഷണൽ ആയിട്ട് പോയിന്റ് മക്കൾ നോക്കിക്കോ. ഇവിടെ എക്സ് ടി ഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ നോട്ടിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ഗ്രാഫിലേക്ക് ഒന്ന് മക്കൾ നോക്കിയാൽ മതി. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോം ആക്സിലറേഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഗ്രാഫ് പറഞ്ഞിരുന്നത് അല്ലെ. ഗ്രാഫ് നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ഫ്രീലി ഫോളോയിങ് ഒബ്ജക്റ്റ് അല്ലെ. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് താഴേക്ക് ഫോളോ ചെയ്യുന്നു, ഒരു ബോൾ താഴേക്ക് ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാം മക്കളെ, ഓരോ സെക്കൻഡ് അനുസരിച്ച് 9.8 ഇങ്ങനെ കൂടി വരില്ലേ. അങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരിക. നമ്മുടെ ഗ്രാഫ് മക്കളോട് വച്ചിരിക്കുന്നത് കണ്ടോ, ഈ രീതിയിലല്ലേ വരിക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ആയി. സെറ്റ് ആയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. നമ്മൾ ഒഴിവാക്കി വെക്കൂടാ. Then define uniform acceleration. ഒരു കുഞ്ഞ ഐഡിയ. ഇതൊക്കെ നമ്മൾ എക്സാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് നിങ്ങളെ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ആക്സിലറേഷൻ. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ആക്സിലറേഷൻ ഒക്കെ ചോദിക്കോ സാറേ, 5-ലോ 6-ലോ 7-ലോ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ. പക്ഷെ അല്ലടാ, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈക്വൽ, ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ അല്ല, സിംപ്ലി ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. v1 വെലോസിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബോഡി v2 വെലോസിറ്റിയിലേക്ക് പാസ് ചെയ്യും അല്ലെ. ഒരു t ടൈമിൽ ഈ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആക്സിലറേഷൻ പറയുന്നത്. വേറെ ഒന്നുമില്ല. t1 ടൈമിൽ v1 വെലോസിറ്റി ആയിരുന്നു, t2 ടൈമിൽ ഇതിന്റെ വെലോസിറ്റി v2 ലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ഈ ടൈം ഗ്യാപ്പിൽ, ഈ t1 t2 ടൈം ഗ്യാപ്പിൽ ഉണ്ടായിട്ടുള്ള വെലോസിറ്റി ചേഞ്ച് ആണ് എന്ത് പറയുന്നത്? ആക്സിലറേഷനിലൂടെ നമ്മൾ പറയുന്നത്. റെഡിയാണേ? അങ്ങനെയല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂണിഫോം ആക്സിലറേഷൻ എന്താണ്. യൂണിഫോം എന്ത് പ്രശ്നമാണോ? ഒരു പ്രശ്നമില്ലത്. കാരണം എന്താ, എല്ലാ സമയത്തും ആക്സിലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കുറച്ചുകൂടി നന്നാക്കി പറയുകയാണെങ്കിൽ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച്. ഓക്കെ, ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച്. ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ സ്ഥിരമായിട്ട് ഈ ഒരു വെലോസിറ്റി ചേഞ്ച് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഏത് കേസ് എടുത്താലും ആ ഒരു വെഹിക്കിൾ ഇനി എങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ സംഭവിക്കുന്ന വെലോസിറ്റി ചേഞ്ച് എത്ര തന്നെയാണ്? v1 to v2 തന്നെയാണ്. എങ്കിൽ അത് എന്താണെന്ന് പറയാം മക്കളെ, നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറയാം. അപ്പൊ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാമോ? യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതിന് അടുത്ത ക്വസ്റ്റിലേക്ക് മക്കൾ വന്നേ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറയും, 2 ക്വസ്റ്റ്യൻ അഡീഷണൽ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ആ രീതി തന്നെ നമ്മൾ പോകുന്ന, ആ രീതി തന്നെ നമുക്ക് പോകണം. അടിപൊളിയാക്കി സെറ്റ് ആക്കി പോകണം നമുക്ക്. അങ്ങനെയാണ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക്. ഫ്രം ദ ഗിവൺ ഫിഗർ ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് റെപ്രസെന്റ്സ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. കണ്ടോ നമ്മൾ പറഞ്ഞതിന്റെ ഗുണം കണ്ടോ മക്കളെ? ആക്സിലറേറ്റഡ് മോഷൻ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന് 3 ടൈപ്പ് ഗ്രാഫാണ് നമ്മൾ വരച്ചിരുന്നത് അല്ലേ. പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയണേ. എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, സോറി എക്സ് ടി ഗ്രാഫ് ഉണ്ടായിരുന്നു. എക്സ് ടി നമുക്ക് ഇവിടെ എക്സ് മാർക്ക് ചെയ്യാം, ടി ഇവിടെ മാർക്ക് ചെയ്യാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടായിരുന്നു, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ടായിരുന്നു അല്ലെ. ഈ ഗ്രാഫ് എങ്ങനെയാണ് നമുക്ക് വന്നിരുന്നത്? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ എക്സ് ടി ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വന്നു, നമ്മളിത് പറഞ്ഞതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരും, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വരും. മക്കൾ ഇനി പറ, ഏത് ഗ്രാഫാണ് മക്കൾ ഫിഗറിൽ കാണുന്നത്? ഏത് ഗ്രാഫാണ് ഫിഗറിൽ കാണുന്നത്? നോക്കിക്കോ. ഫസ്റ്റ് ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ നമുക്ക് കാണുന്നുണ്ടാവില്ല അല്ലെ. പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ. പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ എങ്ങനെയാണോ? അല്ല സാറേ, അല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. സെക്കൻഡ് പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കിക്കോ. ഇത് നിങ്ങളുടെ കൺഫ്യൂഷൻ ആണ്. എക്സാമിന് നിങ്ങളുടെ കൺഫ്യൂഷൻ ആയി പോകും. കാര്യം എന്താണ്? ഈ ഒരു ഗ്രാഫ് മക്കൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ലൈൻ വരുന്ന ഗ്രാഫ് മക്കൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ വരുന്ന ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. അതിന് പൊസിഷൻ ആയിരുന്നോ ടൈം ആണോ? ഒരു കൺഫ്യൂഷനും വേണ്ട, നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ ഗ്രാഫിലേക്ക് മക്കൾ വന്നേ. വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചിരിക്കുന്ന അതേ ഗ്രാഫ് തന്നെയല്ലേ. നമ്മൾ വരച്ചിരിക്കുന്ന അതേ ഗ്രാഫ് തന്നെയാണ് ഇവരും വരച്ചിരിക്കുന്നത് അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചിരിക്കുന്ന അതേ ഗ്രാഫ് തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഏത് ഫിഗറാ മക്കളെ? മൂന്നാമത്തെ ഫിഗർ അല്ലേ. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. യെസ്. അപ്പൊ നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫിഗർ ആണ്. ഫ്രം ദ ഗിവൺ ഫിഗർ ഐഡന്റിഫൈ ദ ഫിഗർ which represents uniformly accelerated motion. മൂന്നാമത്തെ ഫിഗർ എന്താ? y ആക്സിൽ വെലോസിറ്റി ഉണ്ട്, x ആക്സിൽ ടൈം ഉണ്ട്. നമ്മളെ ഗ്രാഫ് ഇങ്ങനെയാണ്.
സോ നമ്മുടെ തേർഡ് ഫിഗർ ആണ് അതിന് ആൻസർ കേട്ടോ. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, നാലാമത്തെ ഗ്രാഫ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നമ്മൾ നോക്കും സെറ്റ് ആക്കി പോകാൻ വേണ്ടി കേട്ടോ. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് മക്കളൊന്ന് നോക്കിയേ. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു, ഞാൻ അതിന്റെ മീനിങ് ഒന്ന് മക്കൾക്ക് പറഞ്ഞുതരാം. അതിലേക്ക് ഒന്നും മക്കൾ പോകേണ്ട ആവശ്യമില്ല, എങ്കിലും നമുക്ക് ആ ബേസ് ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ കേട്ടോ. ഇവിടെ മക്കൾ നോക്കിക്കോ, ഇവിടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് അല്ലെ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വന്നിരിക്കുന്നത്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിനെന്താ മീനിങ്? ഓരോ സെക്കൻഡിലും ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കൂടിക്കൊണ്ടിരിക്കുന്നില്ലേ? ഓരോ സെക്കൻഡിലും, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3, 4, 5 ഓരോ പോയിന്റിലും ആക്സിലറേഷൻ എന്ത് ചെയ്യുക ചെയ്യുന്നത്? കൂടി 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 വരില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോംലി ആക്സിലറേഷൻ മോഷൻ എന്ന് പറയോ? ഇല്ലല്ലോ. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോഴല്ലേ നമ്മൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ എന്തിന്റെയാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അല്ല, ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്തു വരുന്നതിന്റെ ഗ്രാഫാണ്. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇതും പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പിടിക്കും, 4 പിടിക്കും അതിന്റെ കൂടെ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ 4 ക്വസ്റ്റ്യൻ അതിന്റെ കൂടെ തന്നെ പറയും കേട്ടോ. യെസ് 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 യെസ്. വാ വാ വാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേ മക്കള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേ. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമ്മൾ പറഞ്ഞു പോകട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കള് നോക്കിക്കോ. A body having an initial velocity v0 has an acceleration a. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂസിംഗ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിറൈവ് an equation for displacement of the above body. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. നമ്മളോട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, s is equal to ut plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോവാ മക്കളെ എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല ഇതില്, ഒന്നുമില്ല. ഈ സംഭവം ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഇത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്, നമുക്ക് വേണമെങ്കിൽ ഇനിയും കണ്ടുപിടിക്കാം, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ചെയ്യത് ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം? വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യും? അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ പല ഭാഗങ്ങളിലും നമ്മൾ ഇത് വീണ്ടും ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, വെറുതെ പറഞ്ഞു പോവാം. അങ്ങനെ പറഞ്ഞു പോകണ്ടല്ലോ. നമ്മൾ എന്താണ് കോൺസെപ്റ്റ് സെറ്റ് ആക്കി പോയാൽ മതി. നല്ല കോൺസെപ്റ്റില് നല്ല ബേസിൽ അടിച്ചങ്ങോട്ട് കയറ്റിയാൽ മതി കേട്ടോ. അതല്ലാതെ എന്ത് ചെയ്യണ്ട മക്കള്, വെറുതെ പഠിച്ചു വെക്കണ്ട. നല്ല തറ ഉറപ്പിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വീടൊക്കെ വെക്കുന്ന സമയം നല്ല ക്ലിയർ ആക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കടാ? എത്ര ഹൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വീണുകൂടാ. പക്ഷെ നല്ല തറ നല്ല സ്ട്രോങ് ആണെങ്കിൽ, നല്ല ബേസ്മെന്റ് നല്ല ബേസ്മെന്റ് സ്ട്രോങ് ആണ്, ഒരു പ്രശ്നമില്ല. മെല്ലെ ആണെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര വേണമെങ്കിൽ അതിലേക്ക് ലോഡ് കൊടുക്കാൻ പറ്റും അല്ലെ? അതേപോലെ ആണോ മക്കള്? നിങ്ങളെ കോൺസെപ്റ്റ് നല്ല പക്കയായിരിക്കണം, നീറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതിന്റെ മുകളിലാണ് നമ്മൾ ഇനി ബാക്കി എല്ലാതും കെട്ടിപ്പോക്കാൻ പോകുന്നത് കേട്ടോ. എന്നാൽ നമ്മൾ നോക്കിയോ, നമുക്ക് നോക്കാം. A body having an initial velocity v0, നമ്മൾ u ആണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. നമ്മൾ ഇക്വേഷനിലൊക്കെ u കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? u as an acceleration a using velocity time graph derive an equation for displacement of the above body. നമ്മളിവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒന്ന് നമ്മൾ വരയ്ക്കാം കേട്ടോ. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ എന്തിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് മക്കളെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? അവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് വരാൻ കഴിയുക കേട്ടോ. നമ്മൾ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്, നമ്മളൊരു കുഞ്ഞു കാർ കേട്ടോ. നമ്മൾ സ്ഥിരം വരയ്ക്കുന്ന പോലെ നമ്മളൊരു കുഞ്ഞു കാർ. ഓക്കെ ആണോ? ഇത് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് മക്കളെ. യു എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഈ കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റോഡിൽ ഫ്രണ്ടിലായിട്ട് വലിയ ആളുകളും തിരക്കൊന്നുമില്ല, ബഹളങ്ങളൊന്നുമില്ല, നല്ല പ്ലെയിൻ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ കാറിന്റെ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി? ഇൻക്രീസ് ആയി. ഈ കാറിന്റെ സ്പീഡ് എത്രയിലേക്ക് മാറി മക്കളെ? നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ വിചാരിച്ച പോലെ ഇതിന്റെ സ്പീഡ് എത്രയിലേക്ക് മാറിടാ? വി എന്ന് പറയുന്ന സ്പീഡിലേക്ക് മാറി. ഫൈനൽ വെലോസിറ്റി വിയിലേക്ക് മാറി. എത്ര ടൈമിനെ കൊണ്ടാണ് മക്കളെ മാറിയത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ടി ടൈമിനെ കൊണ്ട് അതിന് ഇനീഷ്യൽ വെലോസിറ്റി വി എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റിയിലേക്ക് മാറി. നമ്മളിവിടെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ് എടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് u ആണ് u എടുക്കാം, v0 ആണ് v0 എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. യാതൊരു കൺഫ്യൂഷൻസും ഇല്ല. ഇവിടെ തീർച്ചയായിട്ടും വെലോസിറ്റിയിലോ ചേഞ്ച് ഉണ്ടായില്ലേ? ടി ടൈമിലല്ലേ ചേഞ്ച് ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവില്ലേ? അതിന് കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് ഇത്രയും ദൂരല്ലേ ട്രാവൽ ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ലേ? ക്ലിയർ ആണേ? വേറെ ഒന്നുമില്ല. എന്റെ കയ്യിൽ ഒരു കുഞ്ഞു കാർ മക്കൾ ഫിഗറിൽ കാണാൻ കഴിയും. ഒരു കുഞ്ഞു കാർ കാണാൻ കഴിയും. ആ കുഞ്ഞു കാർ ഇനീഷ്യൽ വെലോസിറ്റി u ആയിരുന്നു. തൊട്ട് മുൻപിൽ നോക്കിയ സമയത്ത് വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈവർ എന്ത് ചെയ്തു?
നല്ല ഒന്ന് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ടി ടൈമിനെ കൊണ്ട് അതിന്റെ സ്പീഡ് എത്രയായിട്ട് മാറി മക്കളെ? യു എന്ന് പറയുന്ന സ്പീഡിൽ നിന്ന് എത്രയിലേക്ക് മാറിയിടാ? വി എന്ന് പറയുന്ന സ്പീഡിലേക്ക് മാറി. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അവിടെ വെലോസിറ്റി ചേഞ്ച് ഉണ്ടായി, ആക്സിലറേഷൻ ഉണ്ടാവണം. എന്താ കൺഫ്യൂഷൻ? ഒരു കൺഫ്യൂഷനും ഇല്ല, ആക്സിലറേഷൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും ദൂരം ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യില്ലേ, ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല, നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫ് എങ്ങനെയായിരിക്കും മക്കളെ വരിക? മക്കൾ നോക്കിക്കോ. നമുക്ക് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എന്തല്ല? സീറോ അല്ല, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ആ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് റെഡ് ഉപയോഗിച്ച് വരയ്ക്കാം അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി ഇത് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഓക്കെ ഫൈൻ. ടി ടൈമിനെ കൊണ്ട്, ഈ ഒരു ടൈം ആണെന്ന് എടുത്തു നോക്കുക, ടി ടൈമിനെ കൊണ്ട് ഈ ഗ്രാഫിൽ ഇതിന്റെ വാല്യൂ വിയിലേക്ക് മാറി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ മാറുന്നുണ്ട് കേട്ടോ. ടൈം ഇൻക്രീസ് ആയി, പൊസിഷൻ മാറുന്നുണ്ട്. ഇതിന്റെ വെലോസിറ്റി എത്രയിലേക്ക് മാറി മക്കളെ? വി എന്ന് പറയുന്ന ഈ ഒരു വെലോസിറ്റിയിലേക്ക് മാറി. ഓക്കെ ആണോ? സെറ്റ് ആണ്. വി എന്ന് പറയുന്ന വെലോസിറ്റിയിലേക്ക് മാറി. ക്ലിയർ? ഇത്രയും കാര്യം ഓക്കെ ആണോ? സെറ്റ് ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ലേ? ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതില് നമുക്കൊരു കാര്യം കൂടി അറിയാം മക്കളെ. നമുക്ക് നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഈ സമയത്ത് മക്കളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞു പോകുന്നത് കേട്ടോ. മക്കളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എന്താണ് മക്കളെ? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ് ഇമ്പോർട്ടന്റ് ആണ്. ഏരിയ അണ്ടർ കർവ് എന്തായിരിക്കും നമുക്ക് ഗിവൺ ചെയ്യുന്നുണ്ടാവുക? ആ ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എസ് ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഏരിയ അണ്ടർ കർവ്, എന്താ കർവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ലൈനിലടാ, ഈ ലൈനെ ഞാൻ ഈ വരച്ചിരിക്കുന്ന റെഡ് ലൈനില്ലേ, ആ റെഡ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർവ് എന്ന് പറയുന്നത്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എടുത്താൽ മതി മക്കള്. കർവ് എന്ന് പറയുന്നത് ഈ റെഡ് ലൈനിലെ ഈ റെഡ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർവ് എന്ന് പറയുന്നത്. ആ കർവിന് താഴേക്കുള്ള ഏരിയ, ആ കർവിന് താഴേക്കുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണോ? നമ്മൾ ഇത്രയും ഏരിയ അല്ലേ, ഇത്രയും ഏരിയ അല്ലേ? ഈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയണ്ട, സെറ്റ് ആക്കി പറയണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് വന്നേ, നമ്മളൊന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം നമുക്കറിയാം, ഈ ഒരു കേസ് നമുക്കറിയാം. ഒരു കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് യു വെലോസിറ്റിയിലായിരുന്നു. ടി ടൈം കൊണ്ട് ആ കാറിന് ട്രാവൽ ചെയ്തിരുന്ന വെലോസിറ്റി എത്രയിലേക്ക് മാറി? വി എന്ന് പറയുന്ന വെലോസിറ്റിയിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ കേസിൽ മക്കളെ ഒന്ന് പറ, നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമാണ് വി ടി ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലെ. അങ്ങനെയാണോ? നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ ഫിഗർ നമുക്ക് ഓക്കെ ആണല്ലോ. അത് ഓക്കെ ആവുന്നതിന് മുൻപായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഫിഗർ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഞാൻ ഫിഗർ ആണ് നമ്മളുടെ ഹാർട്ട് എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഫിഗർ ഭംഗിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ ഫൈൻ, ഗുഡ്, അടിപൊളിയാണല്ലോ അല്ലെ. സെറ്റപ്പ് ആണ്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ. സെറ്റ് അല്ലേ? ഫിഗർ ഒക്കെ അടിപൊളിയല്ലേ? ഇതേപോലെ ഫിഗർ വരയ്ക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഏരിയ അണ്ടർ കർവ് അല്ലേ, ഈ ലൈനിന്റെ, അതായത് ഞാനിപ്പോ വരച്ചിരിക്കുന്ന ഈ ലൈനിന്റെ അണ്ടർ കർവ്, അതായത് ഇതിന്റെ താഴേക്കുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇതിന്റെ തൊട്ട് താഴേക്കുള്ള ഏരിയ, അതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കടാ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കള്, എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക മക്കള്. എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടോ? നോക്കിക്കോ. ഇത് ആക്ച്വലി ഒരു ട്രപ്പീസി ആണ് അല്ലെ. ട്രപ്പീസി അല്ലേ? രണ്ട് പാരലൽ സൈഡ്സ് ആണ്. ഇവിടെ നമുക്കൊരു സൈഡ് ഉണ്ട്, പാരലൽ സൈഡ് ആണ്. ഇവിടെ നമുക്കൊരു സൈഡ് ഉണ്ട്, യു എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റ് ഉണ്ട് അല്ലെ. കൂടാതെ ഇത് എത്രയാണ് മക്കളെ? വി എന്ന് പറയുന്ന ഹൈറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊരു ട്രപ്പീസി ആണ്. രണ്ട് പാരലൽ സൈഡ്സ് ഉണ്ട്, രണ്ട് നോൺ പാരലൽ സൈഡ്സ് ആണ്. ആക്ച്വലി ഇതിനെ നമുക്ക് ഇതിനെ തൊട്ട് താഴെയുള്ള, അതായത് ഞാൻ ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന അത്രയും ഭാഗത്തെ ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പമാണ്, ഒരു കൺഫ്യൂഷനും അടിക്കേണ്ട മക്കള്. എളുപ്പമാണ് കേട്ടോ, എളുപ്പമാണ്, ഒരു കൺഫ്യൂഷനും അടിക്കേണ്ട. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഹാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ഉണ്ടായിരുന്നല്ലോ, അതിന് രണ്ട് ഭാഗങ്ങളാക്കൂടാ. രണ്ട് ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ എത്രയാ മക്കളെ നമുക്ക് കിട്ടുക? നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എത്രയാ നമുക്ക് കിട്ടാൻ നമുക്ക് നോക്കി നോക്കാം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? ഇവിടെ നോക്കിക്കോ, ഈ ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, രണ്ടാമത്തെ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം കേട്ടോ. ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ ഏരിയയും രണ്ടാമത്തെ ട്രയാംഗിളിന്റെ ഏരിയയും, ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടില്ലേ? ആ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? VT ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ് ചെയ്താൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ച് കേട്ടോ, നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഈ VT ഗ്രാഫിന്റെ, അതായത് ടൈം ഇവിടെ വരും, ഇവിടെ വെലോസിറ്റി ആണ്. ഓക്കെ, ഈ VT ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ്, അതായത് നമ്മൾ ഈ ലൈനിന്റെ, മക്കൾ നോക്കി കേട്ടോ, ഈ ലൈനിന്റെ, ഞാൻ ഈ റെഡ് വരച്ചിരിക്കുന്ന ഈ ലൈനിന്റെ താഴേക്കുള്ള ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് S is equal to ഏരിയ അണ്ടർ കർവ്. ഓക്കെ ആണോ? ഓക്കെ ആണ്, ഒരു കൺഫ്യൂഷൻ ഇല്ല, നമുക്ക് ഓക്കെ ആണ് കാര്യം. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ കർവ്. റെഡി ആണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണ് മക്കളൊന്ന് പറ, ഇവിടെ ഏരിയ അണ്ടർ കർവ് എന്തായിരിക്കും? ഏരിയ അണ്ടർ കർവ് എന്തായിരിക്കും മക്കളെ? ഏരിയ അണ്ടർ കർവ് എന്തായിരിക്കും? അതായത് റെക്ടാംഗിളിന്റെ, അതായത് ഫസ്റ്റ് പീസിന്റെ റെക്ടാംഗിളിന്റെ ഏരിയ പ്ലസ് ട്രയാംഗിൾ ആയിട്ടുള്ള സെക്കൻഡിന്റെ ഏരിയ. അങ്ങനെയല്ലേ നമുക്ക് ഇക്വേഷനിൽ വരിക? റെക്ടാംഗിളിന്റെ ഏരിയ പ്ലസ് ട്രയാംഗിളിന്റെ ഏരിയ. നമുക്ക് ഒന്നും കൺഫ്യൂഷൻസ് ഇല്ല. റെക്ടാംഗിളിന്റെ ഏരിയ നമുക്ക് അറിയാം, അടിപൊളിയായിട്ട് അറിയാം സാറേ. ലെങ്ത് ടു ബ്രെഡ്ത്ത് പ്ലസ് ട്രയാംഗിൾ സെക്കൻഡ് ഏരിയ എത്രയാണ്? ഈ രണ്ടാമത്തെ ട്രയാംഗിളിന്റെ ഏരിയ എത്രയാണ് മക്കളെ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഡൺ, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ മക്കൾ നോക്കിക്കോ, ട്രയാംഗിളിലേക്ക് മക്കൾ വന്നേ, സോറി റെക്ടാംഗിളിലേക്ക് മക്കൾ വന്നേ. ഇതല്ലേ നമ്മളെ റെക്ടാംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഏതാണ്? ഇവിടെ ലെങ്ത് യു ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. ബ്രെഡ്ത്തിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം മക്കളെ? ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ S is equal to U into T വന്നു അല്ലെ, പ്ലസ് ഹാഫ് ഇൻറ്റു ട്രയാംഗിൾ. ഇതിന്റെ ബേസ് എത്രയാണെന്നാ പറഞ്ഞത് നമ്മള്? ബേസ് ട്രയാംഗിളിലേക്ക് മക്കൾ വന്നേ, ഞാൻ ഇത് ഹാച്ച് ചെയ്യാണ്. ട്രയാംഗിളിലേക്ക് മക്കൾ വന്നേ, ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? ടൈം അല്ലേ? ബേസ് എന്ന് പറയുന്നത് ഈ ലൈൻ വരെ അല്ലേ? അത് എത്രയാണ് മക്കളെ? ടൈം ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. എച്ച് എത്രയാണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എച്ച് എത്രയാണ്? നമുക്കറിയാം ഈ ഹൈറ്റ്, അതായത് ഞാൻ ഈ ക്രോസ് ചെയ്തിരിക്കുന്ന ഈ ഹൈറ്റ് വരെ നേരെ മക്കൾ നോക്കിക്കോ, യു അല്ലേ? ടോപ്പിൽ ഹൈറ്റ് വരെ വി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയായിരിക്കും മക്കളെ? ഈ ഗ്യാപ്പ് എത്രയായിരിക്കും? ഈ ഹൈറ്റ് എത്രയായിരിക്കും? ഈ ഹൈറ്റ് എത്രയായിരിക്കും? വി മൈനസ് യു ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. എത്രയാണ് മക്കളെ? വി മൈനസ് യു ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ ക്ലിയർ ചെയ്യാണ്. എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? ആ ട്രയാംഗിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വി മൈനസ് യു ആണ്. സെറ്റ് ക്ലിയർ. ഒരു കൺഫ്യൂഷനും ഇല്ലേ? നമ്മൾ സെറ്റ് ആക്കി മുന്നോട്ട് പോവാണ്. S is equal to UT വരെ. ഇനി നമുക്ക് അവിടേക്ക് എന്ത് കൊണ്ടുവന്നാൽ മതി? ഹാഫ് AT സ്ക്വയർ അല്ലെ? അവിടെ മക്കൾ നോക്കിക്കോ, വി മൈനസ് യു പോണം, ടിന്റെ കൂടെ ഒരു ടിയും കൂടി വരണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. നമുക്ക് ആൻസറിലേക്ക് എത്തി. S is equal to UT plus ഹാഫ്. അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മക്കൾ നോക്കിക്കോ, നമുക്ക് ഒരു കാര്യം അറിയാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്താണോ? v minus u by t ആണ് അല്ലേ? ആക്സിലറേഷൻ a is equal to എന്താണ് മക്കളെ? v minus u by t അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് v minus u is equal to എന്തെന്ന് കൊടുക്കാടോ? at എന്ന് കൊടുത്തോളൂ അടിപൊളിയായിട്ട്. v minus u is equal to എന്താണ്? at അല്ലേ? ഒരു കൺഫ്യൂഷൻ ഇല്ല. ആക്സിലറേഷൻ is equal to change in velocity divided by time ആണ്. ഞാൻ v minus u by t എന്ന് എഴുതി. v minus u is equal to at എന്ന് കൊടുക്കട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ റെഡ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം. v മൈനസ് യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാടോ? AT കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ S is equal to, വീണ്ടും റെഡ് വന്നല്ലേ, S is equal to എന്ത് വന്നു മക്കളെ? UT പ്ലസ് ഹാഫ് T into AT. S is equal to UT പ്ലസ് ഹാഫ് T into AT. ATയും ടിയും കൂടി എന്തായി മാറും മക്കളെ? AT സ്ക്വയർ ആയിട്ട് മാറില്ലേ? AT സ്ക്വയർ ആയിട്ട് മാറില്ലേ? അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്തായിട്ട് മാറി? S is equal to UT plus half AT square. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? കാര്യം ഓക്കേ അല്ലേ? ഡൺ. ക്ലിയർ. ഇതാണ് നമ്മുടെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. S is equal to UT plus half AT square. മക്കൾ പല ക്വസ്റ്റ്യനുകളും ഇത് കാണും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കേ. അങ്ങനെയാണെങ്കിൽ ഈ ഡെറിവേഷൻസ് ഒന്ന് മക്കൾ ഡിറൈവ് ചെയ്തെടുക്കുക. വേറെ ഇക്വേഷൻസ് കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഇതൊന്നും ഒഴിവാക്കുന്നുണ്ട്. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഫൈൻ.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നു കഴിഞ്ഞാൽ മക്കൾ നോക്കിക്കേ. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ത്രോൺ വെർട്ടിക്കലി ഇൻ എയർ. വേറെ ഒന്നുമില്ല, ഞാനിപ്പോ ഈ പെണ്ണ് മുകളിലേക്ക് എറിയുന്നു, ഈ പെണ്ണ് മുകളിലേക്ക് എറിയുന്നു, ഏറ്റവും ടോപ്പിൽ എത്തുന്നു, അതിന്റെ തിരിച്ച് താഴേക്ക് വരുന്നു. അതിന്റെ സ്പീഡ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും അതെന്താ സാർ അങ്ങനെ രണ്ടും ഒന്ന് തന്നെയല്ലേ? രണ്ടും ഒന്നില്ലെന്ന് വരച്ചാൽ പോരെ? അല്ല, അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ടും മാഗ്നിറ്റ്യൂഡ് വൈസ് എന്താണ്? സെയിം ആണ് അല്ലെ? രണ്ടും മാഗ്നിറ്റ്യൂഡ് വൈസ് എന്താണ്? സെയിം ആണ്. ഡയറക്ഷൻ എടുക്കുമ്പോഴോ വെലോസിറ്റി നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം, പക്ഷെ സ്പീഡിലോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് നോക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കുട്ടിയെ വരയ്ക്കാം കേട്ടോ. ഒരു കുട്ടിയാണ്, ഈ കുട്ടീന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്, ഈ ബോൾ ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. വാട്ടർ നമ്മളിപ്പോ ഒരു പെന്നാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെന്നാണെങ്കിലോ വാട്ടർ എന്തെറിയാണെങ്കിലും ഒരു മുകളിലേക്ക് ഒരു ബോൾ എറിയാണെന്ന് വിചാരിച്ചോ, അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ. യെസ്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഒരു ടി ടൈം കഴിയുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ അത് എത്തിയില്ലേ? ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്ക് എത്തിയില്ലേ? അങ്ങനെ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് എന്ന് വിചാരിച്ചോ. മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണേ? അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി യു ഉണ്ടാവും. ആ ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് നമ്മൾ ബോൾ എറിയുന്നത്. ആ ബോൾ ഏറ്റവും ടോപ്പിൽ എത്തുന്ന സമയത്ത് ടി ടൈം കഴിഞ്ഞിട്ട് ആ ബോൾ ഏറ്റവും ടോപ്പിൽ എത്തുന്ന സമയത്ത് അവിടെ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. സോറി, മാഗ്നിറ്റ്യൂഡ് ട്ടോ. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? അത് സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. നമുക്ക് ബോൾ ഒന്ന് റെഡ് കളർ വരയ്ക്കായിരുന്നു അല്ലെ? ബോൾ റെഡ് കളർ വരയ്ക്കാൻ നല്ല രസമുണ്ടാവും. നമ്മളെ പഴയ ക്രിക്കറ്റ് കളിക്കുന്ന ബോളിൽ അതേപോലെ കേട്ടോ, റെഡ് കളർ നമ്മളൊന്ന് മഞ്ചാക്കി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ v is equal to എന്താണ് മക്കളെ? 0 അല്ലേ? ഇനി ഈ ബോൾ എന്താ സംഭവിക്കുക മക്കളെ? നേരെ താഴേക്ക് വരില്ല ചെയ്യാ. ഏറ്റവും ടോപ്പിൽ എത്തിയ ബോൾ പിന്നെ എന്തിലേക്ക് വരും? താഴേക്ക് വരും. അങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും മക്കളെ? കൂടി വരും അല്ലെ? അതിനൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂടി വരും. ക്ലിയർ ആണേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കേസ് മക്കൾ നോക്കിക്കോ. T1 ടൈമില് ശ്രദ്ധിച്ചേ, T1 ടൈമില് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. T2 ടൈമില് അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി, മാക്സിമം ആയിട്ട്. T3 ടൈമിൽ, അതായത് ഗ്രൗണ്ടിൽ തൊട്ടില്ലാന്ന് പറയുന്ന അവസ്ഥയിൽ കേട്ടോ, നമ്മളൊക്കെ പറയാറില്ല ചിലപ്പോൾ തൊട്ടില്ലാത്ത പോലെയാണ് പോയതെന്നൊക്കെ പറയാറില്ലേ? അതേപോലെ നമ്മൾ ജസ്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് മുൻപുള്ള വെലോസിറ്റി ആണ് അല്ലെങ്കിൽ ആ ടൈം ആണ് നമ്മൾ T3 എന്ന് കൊടുക്കുന്നത്. ആ T3യിൽ നമുക്ക് എന്തുണ്ടാ? ഒരു മാക്സിമം വെലോസിറ്റി ഉണ്ട് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ആദ്യം നമുക്ക് സ്പീഡിന്റെയും ടൈമിന്റെയും ഗ്രാഫ് വരയ്ക്കാം. ഏത് വരച്ചാലും കുഴപ്പമില്ല, വെലോസിറ്റി ആണെങ്കിലോ സ്പീഡ് ആണെങ്കിലോ ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ വരയ്ക്കാൻ പോവാണ് സ്പീഡ് ടൈം. ഫസ്റ്റ് T1 ടൈമിൽ അല്ലേ? T1 ടൈമിൽ മക്കൾ ശ്രദ്ധിച്ചേ, T1 ടൈമിൽ അതിന് എന്തുണ്ടോ? ഒരു വെലോസിറ്റി ഉണ്ട്. T1 ടൈമിൽ നമുക്ക് ഒരു വെലോസിറ്റി ഉണ്ട്. T1 ടൈമിൽ ഒരു വെലോസിറ്റി നമുക്ക് കാണാൻ കഴിയില്ലേ? അല്ലാതെ 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ T1 ടൈമിൽ ഒരു വെലോസിറ്റി ഉണ്ട്. നമ്മൾ റിയൽ ബോള്, അപ്പൊ ഒരു വെലോസിറ്റി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും സാറേ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് എന്താണ്? T1 ടൈമിൽ ഉണ്ടാകുന്ന വെലോസിറ്റി അല്ലേ? അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. ക്ലിയർ? ബോൾ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു അല്ലെ? ബോൾ മുകളിലേക്ക് എറിഞ്ഞു. ബോളിന്റെ വെലോസിറ്റി എന്താവാണ് മക്കളെ? അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്താവാണ്? സ്പീഡിന്റെയും വെലോസിറ്റിന്റെ ഒക്കെ നമ്മൾ സ്പീഡ് ടൈം ഗ്രാഫ് അല്ലേ വരയ്ക്കുന്നത്? യെസ്, സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താവാണ് മക്കളെ? കുറഞ്ഞു വരും അല്ലെ? നമ്മൾ ഇതേ എറിയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മക്കളെ, നമ്മൾ ഇതൊരു ബോൾ എറിയാണ്. ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നതോറും ഇതിന്റെ വെലോസിറ്റി എന്താവാണ്? സ്പീഡ് എന്താവാണ് മക്കളെ? മാഗ്നിറ്റ്യൂഡ് എന്താവാണ്? കുറഞ്ഞു വരികയാണ്. ഏറ്റവും മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് ഒരു സെക്കൻഡ് നേരത്തെ സ്റ്റോപ്പ് ആവുന്ന പോലെ തോന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ T1 ടൈമിൽ മക്കൾ ശ്രദ്ധിച്ചേ, ഈ കുട്ടി T1 സമയത്ത് ഈ ബോൾ കയ്യിലുണ്ട്. ആ സമയത്ത് ഇതിനൊരു വെലോസിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന യു. ഓക്കെ. T2 ടൈമിൽ ഇത് ഏറ്റവും മാക്സിമം എത്തിയില്ലേ? അങ്ങനെയാണ് ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞു വന്നു. T2 ടൈം ആവുന്ന സമയത്ത് T1 ടൈമിൽ ഒരു വെലോസിറ്റി ഉണ്ട്. T2 ടൈമിൽ അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി മക്കളെ? 0 എത്തി. ഓക്കെ. ഇനി മക്കൾ നോക്കിക്കോ, T3 ടൈമിലോ? T3 ടൈമിൽ ഇതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാം മക്കളെ? കൂടി വരില്ലേ? മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വേറെ ഒന്നുമില്ല, ഞാൻ ഫിഗർ ഒന്നും കൂടി വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് വരയ്ക്കട്ടോ. ഫിഗർ ഒരു ചെറിയൊരു മൊത്തത്തിൽ എല്ലാം കൂടി ചേർത്ത് വരയ്ക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? മക്കൾ നോക്കിക്കോ. ഓക്കെ, ഒരു ബോളാണ്. ബോൾ നമ്മൾ റെഡിലല്ലേ വരച്ചേ? ബോൾ ഇങ്ങനെ മുകളിലേക്ക് പോയി അല്ലെ? T1 ടൈമിൽ ബോൾ ഇവിടെയാണ്. ആ സമയത്ത് ഇതിന്റെ വെലോസിറ്റി യു ആണ്. ഏറ്റവും ടോപ്പിൽ ഈ ബോൾ എത്തിയല്ലോ
ഈ ടോപ്പിൽ ഈ ബോൾ എത്തിയല്ലോ. അപ്പൊ T2 ടൈമിൽ ഇതിന്റെ വെലോസിറ്റി 0 ആണ് അല്ലെ. മക്കൾ നോക്കിക്കോ, T2 ടൈമിൽ വെലോസിറ്റി 0 ആയില്ലേ. ഇനി അടുത്ത സെക്കൻഡിൽ ഇത് എന്ത് ചെയ്യുക, താഴേക്ക് വരികയാണ്. ഗ്രൗണ്ടിൽ എത്തുന്നതിന് തൊട്ട് മുൻപുള്ള കേസാണ് പറയുന്നത്. ആ സമയം T3 ആണ്. അവിടെ വെലോസിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ക്ലിയർ ആണോ മക്കൾക്ക്? ഇനി നോക്കിയാൽ മക്കള് T1 ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഞാൻ ഇവിടെ ഇട്ടു. ഇതപ്പോ ഓക്കെ. T2 മാക്സിമം അല്ലെ, T2 മാക്സിമം ആയിട്ട് എത്തി, വെലോസിറ്റി എന്തായി മാറിടാ, 0 ആയി. ഇതല്ലേ വെലോസിറ്റിന്റെ 0 ലൈൻ എന്ന് പറയുന്നത്. ഇനി T3 ടൈമിലോ ഇതിന്റെ വെലോസിറ്റി എന്താവാണ്, സ്പീഡ് എന്താവാണ് മക്കളെ, കൂടി വരില്ലേ. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കൂടി വന്നു. ഇവിടേക്ക് ഇങ്ങനെ മാക്സിമം ഇങ്ങനെ കൂടി വരും അല്ലെ, മാക്സിമം കൂടി വന്നു. ഇത് സ്പീഡ് ടൈം ഗ്രാഫ് ആണ്. നമ്മൾ എന്ത് എടുക്കുന്നില്ല, അവിടെ ഡയറക്ഷൻ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് തന്നെ കിടന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നമുക്ക് വരയ്ക്കാനുള്ള. വെലോസിറ്റി ടൈം ഗ്രാഫ് മക്കളൊന്ന് നോക്കിക്കോ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരൂടാ, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെടുക്കണം ഒന്ന് പറഞ്ഞേ. ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും സാറേ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം, വെലോസിറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ T1 ടൈമിൽ മക്കൾ ഇവിടെ ഞാൻ ടൈം എടുക്കാണ്. ഇവിടെ എനിക്കറിയാം വെലോസിറ്റി ആണെന്ന് അല്ലെ. ഓക്കെ, T1 ടൈമിൽ ഈ ബോളിന് തീർച്ചയായിട്ടും എന്തുണ്ട്, ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഞാനിത് റെഡിനെ കൊണ്ട് വരച്ചു കേട്ടോ. ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. T2 ടൈമിൽ ഏറ്റവും മാക്സിമം ആയിട്ട് എത്തുന്ന സമയത്ത് വെലോസിറ്റി എന്തായിട്ട് മാറി മക്കളെ, വെലോസിറ്റി 0 ആയിട്ട് മാറി. ഓക്കെ, ഇത് ചെയ്ത പോലെ തന്നെ 0 ആയിട്ട് മാറി. ഓക്കെ ആണോ? ഇനി മക്കൾ നോക്കിക്കോ, ഇവിടെ വെലോസിറ്റി മുകളിലേക്കാണ് അല്ലെ ഇതിന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്, ഡയറക്ഷൻ താഴേക്കായില്ലേ. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് എന്തായിട്ട് എടുക്കാം, നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഇനി മക്കളൊന്ന് പറഞ്ഞേ, വെലോസിറ്റി ഡയമെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. ഡയമെൻഷന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിന്റെ ഡയമെൻഷൻ കൂടി വരുന്നുണ്ട്. പക്ഷെ എന്തിലേക്ക് പോടാ ഫിഗർ, നെഗറ്റീവ് സൈഡിലേക്ക് പോകും. വേറെ ഒന്നുമില്ല, സ്പീഡാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് മതി. T1 വെലോസിറ്റി 3 ആയിരുന്നു. T2 എന്ന് പറയുന്ന ടൈമിൽ ഇതിന്റെ സ്പീഡ് 3 ആയിട്ട് മാറി. T3 സ്പീഡ് വീണ്ടും കൂടുകയാണ് അല്ലെ. T1 ബോൾ കുട്ടിന്റെ കയ്യിലാണ്. T2 എന്ന് പറയുന്നത് ബോൾ ഹൈറ്റിലാണ്, മാക്സിമം ഹൈറ്റിലാണ്. അവിടെ വെലോസിറ്റി 0 ആയി. T3 എന്ന് പറയുന്ന ടൈമിൽ ബോൾ ഗ്രൗണ്ടിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് സ്പീഡാണ് മാക്സിമം വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കൾക്ക്? ഇനി വെലോസിറ്റിയിലേക്ക് വന്നോ മക്കള്. വെലോസിറ്റിയിൽ നമ്മൾ T1 ടൈമിൽ ഇത് നമ്മൾ തൊട്ട് മുമ്പ് സ്പീഡ് വരച്ചതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാവുക ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. T2 ടൈമിൽ മക്കൾ ശ്രദ്ധിച്ചേ, T2 ടൈമിൽ ആ വെലോസിറ്റി എന്തായിട്ട് മാറി, ഏറ്റവും മാക്സിമം അല്ലെ 0 ആയിട്ട് മാറി. അതുവരെ ബോൾ പോയത് മുകളിലോട്ടാ, അപ്വേർഡ് ഡയറക്ഷൻ ആയിരുന്നു. ഇനി ബോൾ താഴേക്ക് വരുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ T3 ടൈമിൽ എന്ത് സംഭവിക്കും മക്കളെ, ഇതിന്റെ ഗ്രാഫ് താഴേക്ക് വരും, അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരും, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് വരും. ഇങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫും സ്പീഡ് ടൈം ഗ്രാഫും നമ്മൾ ഒരു ബോഡിന്റെ കേസിൽ വരയ്ക്കുന്നത്. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്നും കൂടി വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണോ മക്കളെ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. യൂസിങ് എ സ്യൂട്ടബിൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിറൈവ് ദ റിലേഷൻ x is equal to. എന്താണ് ഈ x is equal to v0t plus half at square എന്ന് പറയുന്നത്? ഒന്നുമില്ലടാ, നമ്മളെ പറ്റിക്കാണ്, വേറെ ഒന്നുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള ഏത് തന്നെയാണ്, s is equal to ut plus half at square തന്നെയാണ്. ഇവിടെ s ന് പകരം എന്ത് വന്നു, x വന്നു. u ന് പകരം എന്ത് വന്നു, v0 വന്നു. ഇനി എങ്ങനെ ചോദിച്ചാലും മക്കൾ കൺഫ്യൂഷൻ ആവരുത്, ഇത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരമായിട്ട്, s ന് പകരമായിട്ട് മക്കൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, x കൊടുക്കുക. u ന് പകരമായിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, v0 കൊടുക്കുക. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പൊ അടിപൊളി കേട്ടോ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഈ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. യെസ്, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി. വീണ്ടും ഒരു കുട്ടി ഒരു ബോളുമായിട്ട് വന്നു അല്ലെ, മാർക്കുണ്ട്. ഓക്കെ ഫൈൻ. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. അപ്പൊ ഒരു കുട്ടി ബോൾ നേരെ മുകളിലേക്ക് എറിഞ്ഞു. ഓക്കെ ആണോ? വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u. അതൊക്കെ നമുക്ക് അറിയാം സാറേ, ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലാതെ ബോൾ എറിയാൻ പറ്റാ? ഇല്ല. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് ഒരു h ആണ് എടുത്തോ മക്കൾ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഫൈനൽ അവസ്ഥയിൽ, അതായത് ബോൾ ഇനീഷ്യലി ഇവിടെയായിരുന്നു, ഫൈനൽ വെലോസിറ്റി, ഫൈനൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്താണ് അവിടെ വെലോസിറ്റി എത്രയായിരിക്കും മക്കളെ, 0 ആയിരിക്കും. അപ്പൊ അതിന് ഇനീഷ്യൽ വെലോസിറ്റി u ഉണ്ട്, ഫൈനൽ വെലോസിറ്റി എത്രയാണ്, v equal to 0. ഇത് എത്തിയ ഹൈറ്റ് എത്രയാണ് മക്കളെ, h ആണ്.
നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാം? നമുക്ക് 3 ഇക്വേഷൻസ് ആണ് മക്കളെ ഉള്ളത്. v is equal to u plus at ഉണ്ട്, v square is equal to u square plus 2as ഉണ്ട്, s is equal to ut plus half at square ഉണ്ട്. ഓക്കെ ആണോ? ഇവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാ. നമുക്ക് കാൽക്കുലേറ്റ് ടൈം ടേക്കൺ ആണ് അല്ലെ, മാക്സിമം ഹൈറ്റ് തന്നിട്ടുണ്ട് h ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് വേണ്ട. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ, ടൈം ടേക്കൺ കണ്ടുപിടിക്കണം. ഇതിൽ ടീം ടി സ്ക്വയർ ഒക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ കൊടുക്കാം മക്കളെ? കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്കൊരു കാര്യം അറിയാം. വിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 0 അല്ലേ? യുന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ എന്തായിരിക്കും? നമ്മൾ ബോൾ മുകളിലേക്ക് എറിയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? താഴേക്കല്ലേ. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബോളിന്റെ മോഷൻ മുകളിലേക്ക്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്ക്. ബോൾ മുകളിലേക്ക്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്ക്. അങ്ങനെയാണെങ്കിൽ a is equal to എന്തായിരിക്കും? -g ആയിരിക്കും. മക്കളെ സെറ്റ് അല്ലേ? a is equal to എന്തായിരിക്കും മക്കളെ? -g ആയിരിക്കും. അതിന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? v square is equal to u square plus 2as എന്ന് പറയുന്ന ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എച്ചിന്റെ ബേസിൽ നമുക്കൊരു ഇക്വേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ എന്തായിരിക്കും മക്കളെ? 0 സ്ക്വയർ ആണ് മൈനസ് യു സ്ക്വയർ. യു സ്ക്വയർ ഉണ്ടാവുമല്ലോ അല്ലെ. 2 ആക്സിലറേഷൻ എന്താണ്? -2g ആണ്. എസ് എന്താണ് മക്കളെ? എച്ച് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എച്ചിന്റെ ഒരു ഇക്വേഷൻ മക്കൾ പറഞ്ഞു തന്നെ. ഇത് -2g ആവില്ലേ? നമ്മൾ LHSലേക്ക് വരുന്ന സമയത്തോ -u സ്ക്വയർ ഡിവൈഡഡ് ബൈ -2g. ഈ മൈനസും ഈ മൈനസും കൂടി എന്തായി പോടാ? പ്ലസ് ആയി പോവും. അങ്ങനെയാണെങ്കിൽ h is equal to നമ്മളുടെ ഇക്വേഷൻ എന്ത് വരൂടാ? u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. സെറ്റ് ആണോ? മാക്സിമം ഹൈറ്റിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? h is equal to u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. സെറ്റ് സെറ്റ് സെറ്റ്. ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു ബോൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? മുകളിലേക്ക് എറിയുന്നുണ്ട് അല്ലെ. അത് മാക്സിമം ഹൈറ്റ് എത്താനുള്ള ഒരു ഇക്വേഷൻ. മാക്സിമം ഹൈറ്റ് എത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്? മാക്സിമം ഹൈറ്റ് എത്താന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടീഷൻസ് ആവശ്യമുള്ള മക്കളൊന്ന് നോക്കിക്കേ. എന്തൊക്കെയായിരിക്കും നമുക്ക് മാക്സിമം ഹൈറ്റിൽ എത്താനുള്ള കണ്ടീഷൻസ്? ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു അല്ലെ. ഒരു ബോൾ മുകളിലേക്ക് പോയി ഏറ്റവും ടോപ്പിലെത്തി. ഇത് ട്രാവൽ ചെയ്ത ഹൈറ്റ്, നമുക്ക് ഹൈറ്റ് എത്രയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? h ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ, അത് u ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് പോകുന്ന ആക്സിലറേഷൻ, മുകളിലേക്ക് പോകുന്ന ആക്സിലറേഷൻ ഞാൻ ഗ്രീൻ ആയിട്ട് വരച്ചു കേട്ടോ. ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ എന്തായിരിക്കും മക്കളെ? ആക്സിലറേഷൻ എന്തായിരിക്കും? -g ആണ്. ഓക്കെ ആണോ? ഇനി നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താണ് മക്കളെ വരിക? v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as ആണ്. അതിലെ x അല്ലെങ്കിൽ ഹൈറ്റ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കൾ നോക്കിക്കോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി സ്ക്വയർ എന്താണ്? 0 ആണ്. 0 സ്ക്വയർ മൈനസ് യു സ്ക്വയർ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പൊ എന്ത് നമുക്ക് കിട്ടി? 2as അല്ലേ. ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? -u സ്ക്വയർ is equal to 2 into -g into s എന്ന് പറയുന്നത് എന്താണ്? h അല്ലേ. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ h മക്കൾ കണ്ടുപിടിച്ചേ. h is equal to -u സ്ക്വയർ ഡിവൈഡഡ് ബൈ -2g വരൂടാ. മൈനസും മൈനസും പ്ലസ് ആവും. h is equal to u സ്ക്വയർ ബൈ 2g. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി റെഡി റെഡി. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് കേട്ടോ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ബോഡി പൊസസിങ് 0 വെലോസിറ്റി വിച്ച് ഇസ് ആക്സിലറേറ്റിംഗ്. മക്കളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ഒരു കേസ് നമുക്ക് ഉണ്ടോടാം. അങ്ങനെ ഒരു കേസ് നമുക്ക് വെലോസിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോഴല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഒരു ബോഡിക്ക് 0 വെലോസിറ്റി ആണ്, പക്ഷെ അതിന് ആക്സിലറേഷൻ ഉണ്ട് പോലും. ഉണ്ട്, ശരിയാണ്. കാര്യം എവിടെയാണെന്ന് അറിയോ മക്കൾ? നോക്കിക്കോ. അതിന് ആക്സിലറേഷൻ ഉണ്ടാവുന്ന എവിടെയാന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. നമ്മൾ ഒരു ബോൾ ത്രോ ചെയ്യായിരുന്നു അല്ലെ. നമ്മൾ ബോൾ എപ്പോഴും നമ്മൾ റെഡിലാണ് അല്ലെ വരയ്ക്കുന്നത്. ഓക്കെ, ബോൾ അതിന് ഇനീഷ്യൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. നമ്മൾ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത്, മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു മക്കളെ? 0 അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് u,
പക്ഷെ ഏറ്റവും മാക്സിമം എത്തുന്ന സമയത്ത് ഫൈനൽ വെലോസിറ്റി എത്രയാണ് മക്കളെ? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫൈനൽ വെലോസിറ്റി എത്രയാണെന്ന് കൊടുക്കാം? നമുക്ക് 0 എന്ന് കൊടുക്കാം അല്ലെ. അങ്ങനെ ഫൈനൽ വെലോസിറ്റി 0 ആണെങ്കിലും ആ ബോഡിയിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഇല്ലേ? ഗ്രാവിറ്റി കൊടുക്കുന്ന ഒരു ആക്സിലറേഷൻ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ആര് കൊടുക്കുന്ന ആക്സിലറേഷൻ? എക്സെഷൻ ടു ഗ്രാവിറ്റി കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ആ ബോഡിയിൽ ആക്സിലറേഷൻ ഉണ്ട്, പക്ഷെ വെലോസിറ്റി എന്താണ് മക്കളെ? 0 ആണ്. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഒരു ബോൾ ത്രോ ചെയ്യുന്നു, അറ്റ് മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷെ ആക്സിലറേഷൻ എന്താണ്? 9.8 ആണ്. സെറ്റ് ആണല്ലോ. ക്ലിയർ? യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, നമ്മൾ ചെയ്തു ഒരു കുഴപ്പമില്ല കേട്ടോ, ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നേ, നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഷോ ദാറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ തൊട്ട് മുൻപുള്ള ഡെറിവേഷനിൽ നമ്മൾ ചെയ്ത ഓർമ്മ ഉണ്ടായിരുന്നോ? നമ്മൾ ഡെറിവേഷൻ ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു. ആ ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ്, ഈ കർവിന്റെ ഏരിയ അണ്ടർ കർവ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് പറഞ്ഞു മക്കളെ? ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് അതിന്റെ റിലേഷനിലേക്ക് വരാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യമാണ് നമ്മൾ ഇവിടെ ഒന്ന് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു കാര്യം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വന്നേ. ഷോ ദാറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. മക്കൾ നോക്കിക്കോ, നമ്മളിവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഗ്രാഫ് എടുക്കുകയാണ്. ഗ്രാഫ് ഒന്ന് നമുക്ക് അടിപൊളിയാക്കി വരയ്ക്കാം അല്ലേ. ഓക്കെ, ഒരു ഗ്രാഫ് വരച്ചു. ഗ്രാഫിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ആരൊക്കെയാണ് ഉണ്ടാവുക? വെലോസിറ്റി ഉണ്ടാവും. ഇവിടെ നമുക്ക് ആരുണ്ടാവും? ടൈം ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ഇതിലൊരു കർവ് ഉണ്ടെന്ന് വിചാരിച്ചോ മക്കള്, ഒരു കർവ് ഉണ്ടെന്ന് വിചാരിച്ചോ, നല്ല റെഡ് ലൈനിൽ ഒരു കർവ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതാണ് നമ്മളെ കർവ്. ഓക്കെ, നമുക്കറിയാം ഈ കർവിന് താഴെയുള്ള ഏരിയ, ഈ കർവിന്റെ താഴെയുള്ള ഏരിയ എന്തായിരിക്കും മക്കളെ? കർവിന്റെ താഴെയുള്ള ഏരിയ എന്തായിരിക്കും? ഒന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കർവ്, അതായത് റെഡ് ലൈൻ എന്ന് പറയുന്നതാണ് കർവ്, നമ്മുടെ ഗ്രാഫ് അതാണ്. റെഡ് ലൈനാണ് നമ്മുടെ ഗ്രാഫ്. അതിന്റെ താഴേക്കുള്ള ഏരിയ എന്തായിരിക്കും മക്കളെ? ഇതല്ലേ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ, അതാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഇത് ആക്ച്വലി എന്താ? ഈ ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ്. മക്കളൊന്ന് നോക്കണേ, ഏരിയ അണ്ടർ കർവ്, ഏരിയ അണ്ടർ കർവ്. അതിന് തൊട്ട് താഴേക്കുള്ള ഏരിയ എന്തായിരിക്കും മക്കളെ? ഇത് വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം, ഇത് ടൈം ആണെന്ന് നമുക്കറിയാം. ഇത് ആക്ച്വലി എന്താ? ഒരു റെക്ടാംഗിൾ അല്ലേ? അല്ലേ? അതിൽ ഈ ഹൈറ്റ് വെലോസിറ്റി ആണ്, ഇത് എത്രയാണ്? ടൈമും ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ കർവ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഇതൊരു റെക്ടാംഗിൾ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആരാണ്? വെലോസിറ്റി ഇൻടു ടൈം ആണ് അല്ലെ. അപ്പം ഏരിയ അണ്ടർ കർവ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഇൻടു ടൈം ആണ്. സെറ്റ് ആണേ, ഓർത്ത് വെച്ചോ മക്കളെ, പോയിന്റ് ആണ് കേട്ടോ. ഏരിയ അണ്ടർ കർവ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻടു ടൈം നമുക്ക് കിട്ടി. വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വെലോസിറ്റി ഇൻടു ടൈം അല്ലേ. ഈ ടൈം നേരെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻടു ടൈമിന് നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ വി ഇൻടു ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുത്തൂടെ? സെറ്റ് ആണോ? അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഏരിയ അണ്ടർ കർവ് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ഡിസ്പ്ലേസ്മെന്റ്. അടിപൊളി, 0. എന്ത് കൺഫ്യൂഷൻ ആണുള്ളത് മക്കൾ നോക്കിക്കേ. നമ്മളെ ഗ്രാഫ് ഇതാണ്, വി ടി ഗ്രാഫ് ഇതാണ്. വി ടി ഗ്രാഫിൽ നമ്മൾ ഒരു കർവ് വരച്ചിട്ടുണ്ട്, റെഡ് ലൈനിൽ ഒരു കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കിക്കോ മക്കൾ, അതിന്റെ ഏരിയ അണ്ടർ കർവ്, അതിന് തൊട്ട് താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ് വരും മക്കളെ? വി ഇൻടു ടി വരും അല്ലേ. അവിടെ വരെ ഓക്കെ ആണല്ലോ. ഏരിയ അണ്ടർ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെക്ടാംഗിൾ ആയതുകൊണ്ട് അതിന്റെ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ലെങ്ത് എന്ന് പറഞ്ഞാൽ വി ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ടി ആണ്. സോ ഏരിയ അണ്ടർ കർവ് എന്ന് പറഞ്ഞാൽ വി ഇൻടു ടി എന്ന് എഴുതി വെക്കാം. നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. വി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണ് മക്കൾ നോക്കിക്കേ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വി ഇൻടു ടി അല്ലേ. സോ ഈ വി ഇൻടു ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ കർവ് എന്തായിരിക്കും മക്കളെ? സിംപ്ലി ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. യാതൊരു കൺഫ്യൂഷനും ഇല്ല. റെഡി ആണോ? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എടാ വീണ്ടും ക്വസ്റ്റ്യൻ ആ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് എന്താണ്? ഓക്കെ, ക്ലിയർ ആണോ മക്കൾക്ക്? സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. വാ 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 വാ, സെറ്റ് 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 സെറ്റ്. വാ വാ, അടിപൊളിയാക്കി നമ്മൾ ചെയ്യാൻ പോവാണേ. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. നമുക്ക് ഇതൊന്നും പ്രശ്നമില്ല സാറേ. എന്ത് പ്രശ്നമാണോ? നമ്മൾ സെറ്റ് സെറ്റ് ആക്കി പോവാണല്ലേ. ഓക്കെ,
നിങ്ങൾ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് സെറ്റായി കയ്യിൽ വെച്ചോ, നല്ല സെറ്റാക്കി നല്ല പവറിൽ കയ്യിൽ വെച്ചോട്ടോ. നമ്മൾ ചെയ്യാൻ പോവാണ്, നമ്മളെല്ലാം മക്കൾ ചെയ്യും. ഞാൻ എന്റെ സ്റ്റെപ്സ് ചെയ്ത് തരും, ഫൈനൽ ആൻസർ വരെ എത്തിക്കും. അതിന്റെ ലാസ്റ്റ് ആൻസർ മക്കളിലേക്ക് വരണം. ക്ലിയർ ആണോ? യെസ്. വാട്ട് ഈസ് റിട്ടാർഡേഷൻ? നൈസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വാട്ട് ഈസ് റിട്ടാർഡേഷൻ? ആക്സിലറേഷൻ എന്താണെന്ന് മക്കൾക്ക് അറിയാം. അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് ഫൈനൽ വെലോസിറ്റിയിലേക്ക്. T1 ടൈമിൽ ഇതിന്റെ വെലോസിറ്റി u ആയിരുന്നു, T2 ടൈമിൽ ഇതിന്റെ വെലോസിറ്റി v ആണ് അല്ലെ? അപ്പൊ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവാണ് നമുക്ക് എന്ത് പറയാം? ആക്സിലറേഷൻ എന്ന് പറയാം. പക്ഷെ വെലോസിറ്റിയിൽ എങ്ങനെയൊക്കെ ചേഞ്ച് ഉണ്ടാവാം? വെലോസിറ്റി ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, കൂടാം അല്ലെ? ഒരു പ്ലെയിൻ റോഡാണ്, വാഹനങ്ങളൊന്നുമില്ല, നല്ല റോഡാണെങ്കിൽ നിങ്ങൾ ഇനീഷ്യൽ വെലോസിറ്റി u കുറവായിരിക്കും, ഫൈനൽ വെലോസിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും ഇൻക്രീസ് അല്ലേ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് എത്രയായിരിക്കും വരിക? നമുക്ക് v - u/t എന്തായിരിക്കും വരിക? ഒരു പോസിറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ? ഇപ്പൊ ഇവിടെ 10ഉം ഇവിടെ ഒരു 20 എടുത്തു എന്ന് വിചാരിച്ചു. നമുക്ക് ആൻസർ എത്രയായിരിക്കും? ഇത് 1ഉം ഇതൊരു 2 ആണെന്ന് വിചാരിച്ചു. നമ്മൾ ആൻസർ എത്രയായിട്ട് മാറി മക്കളെ? 20 - 10/2 - 1 വരും. നമ്മളെ ആക്സിലറേഷൻ എത്ര വന്നുള്ളൂ? 10 വന്നു അല്ലെ? അതേപോലെ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി u ആണെന്ന് നമുക്കറിയാലോ. ഫൈനൽ വെലോസിറ്റി റോഡ് മോശമാണ്, റോഡിൽ നിറച്ചു വാഹനങ്ങളാണ്, അങ്ങനെയാണെങ്കിൽ കുറഞ്ഞും വരാലോ അല്ലെ? അങ്ങനെ സ്പീഡ് കുറയുന്ന ഒരു കേസ് വരികയാണെങ്കിൽ, സ്പീഡ് കൂടുകയാണെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ ആയിരുന്നു അല്ലെ? സ്പീഡ് കുറയാണെങ്കിലോ തീർച്ചയായിട്ടും ഈ ബോഡിക്ക് എന്ത് സംഭവിക്കടാ? നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. നമുക്ക് നോക്കി നോക്കാം. v - u / T2 - T1 അല്ലേ? നമുക്ക് നോക്കി നോക്കാം. v എത്രയായിരുന്നു? 5 ആണ്. u എത്രയാണ്? 10 ആണ്. ഡിവൈഡ് ബൈ 2 - 1 1 ആണ്. 5 - 10 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? -5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, ഇവിടെ ആക്സിലറേഷൻ ഉണ്ടായത് പോസിറ്റീവ് അല്ലല്ലോ, നെഗറ്റീവ് വാല്യൂ ആണ്. ഈ നെഗറ്റീവ് ആക്സിലറേഷനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്? റിട്ടാർഡേഷൻ. ഇതൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, പക്ഷെ അടിപൊളി കോൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് റിട്ടാർഡേഷൻ എന്നുള്ളതിനെ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നുള്ള ഒറ്റ ആൻസർ മതി. പക്ഷെ നമ്മൾ അതിൽ എന്ത് പറഞ്ഞു? ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് മക്കളെ? റിട്ടാർഡേഷൻ. സെറ്റ് ആണ്, ഒരു കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ അടിപൊളിയെ മുന്നോട്ട് പോകണം കേട്ടോ. അതിന് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് മക്കളൊന്ന് വന്നേ, അതിന്റെ കൂടി നിന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ അടിപൊളിയാക്കി ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് മക്കളൊന്ന് വന്നേ. യെസ്. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ഹൈവേ. ഓക്കെ. ഒരു കാർ ഇങ്ങനെ സ്ട്രേറ്റ് ഹൈവേയിലൂടെ പോവാണ് അല്ലേ? അവൻ പോട്ടെ, എന്താ സംഭവിക്കാൻ നോക്കാലോ. വിത്ത് എ സ്പീഡ് 126 km/h. ഫസ്റ്റ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനം വന്നു കേട്ടോ. സ്പീഡ് തന്നിരിക്കുന്നത് എന്തിലാണ്? 126 km/h ആണ്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, 126 km/h ആണ്. ഓക്കെ. Is brought to stop within a distance of 200 meters. What is the retardation of car? And how long does it take to stop the car? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡാറ്റാസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. ഡാറ്റാസ് ഒക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. കാര്യങ്ങളൊന്നും മക്കൾ നോക്കിക്കോ. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ഹൈവേ വിത്ത് സ്പീഡ്. അപ്പോൾ ഇതിനൊരു ഇനീഷ്യൽ സ്പീഡ് ഉണ്ട്, 126 km/h ആണ്. നമുക്കിതിനെ km/h നമുക്ക് എന്തിലേക്ക് മാറ്റണം മക്കളെ? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. മക്കൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. 126 km/h ഇൻറ്റു 5/18 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറൂടാ? മീറ്റർ/സെക്കൻഡിലേക്ക് മാറും. അപ്പൊ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ആയി. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ്. ആ സ്റ്റേറ്റ്മെന്റ് മക്കൾ ശ്രദ്ധിച്ചോട്ടോ, അവൻ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇതേപോലെ ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കടാ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയും. ഇതിന് പകരമായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ പറയും സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. ഇവിടെ ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എന്താണ്? നമ്മൾ 0 ആയിട്ട് എടുത്തു. ഓക്കെ ആണോ? വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 meter. S is equal to എത്രയാണ്? 200 meter ആണ്. വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദി കാർ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിട്ടാർഡേഷൻ ഓഫ് കാർ ആണ്. കാര്യം സ്പീഡ് കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആക്സിലറേഷൻ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോഴും ആക്സിലറേഷൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിന് യാതൊരു കൺഫ്യൂഷനും ഇല്ല. പക്ഷെ ആക്സിലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഫൈൻ. സെക്കൻഡ് വൺ എന്താ ചോദിച്ചിരിക്കുന്നത് മക്കളെ ക്വസ്റ്റ്യൻ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു സ്റ്റോപ്പ് ദ കാർ അല്ലെ? എത്ര ടൈം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടി നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ ആണോ? ഹൗ ലോങ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ടൈം ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ അറിയേണ്ടത്? u v s അറിയാം അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം.
ആക്സലറേഷൻ കണ്ടുപിടിക്കണം, നമുക്ക് ടൈം കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മക്കളൊന്ന് എഴുതി നോക്കിക്കേ. ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? v is equal to u plus 80 ഉണ്ട്. അതിന് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ മക്കള് s is equal to ut plus half at square ഉണ്ട്. സെറ്റ് ആണേ. തേർഡ് ഇക്വേഷൻ v square is equal to u square plus 2as. ക്ലിയർ? ഇനി മക്കൾ ശ്രദ്ധിച്ച് കണ്ടോ, നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കള്. നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ ഒന്ന് u ഉണ്ട് അല്ലേ? ഓക്കെ, u ഉണ്ട് സാറേ, v ഉണ്ടല്ലോ, v ഉണ്ടല്ലോ, s ഉണ്ടല്ലോ, s ഉണ്ടല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a അല്ലേ? a ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഡൗട്ട്? a കണ്ടുപിടിക്കണം. a കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷനിലൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഈ രണ്ട് ഇക്വേഷനിലും മക്കള് v is equal to u plus 80 എന്ന് പറയുന്ന ഈ ഇക്വേഷനിലും s is equal to ut plus half at square എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനിലും ആരുണ്ടടാ നമുക്കൊരു ഓപ്പോസിഷൻ ആയിട്ട്? t ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് t ഒഴിവാക്കി ഇക്വേഷൻസ് വേണം. അതിന് നമുക്ക് എന്ത് ഇക്വേഷൻസ് കൊടുക്കാം? v square is equal to u square plus 2as. റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്തിലേക്ക് പോകാം? അല്ലെങ്കിൽ നെക്സ്റ്റ് പേജ് എടുക്കണോ? നെക്സ്റ്റ് പേജ് എടുക്കാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം എന്തായിരുന്നു? v square is equal to u square plus 2as അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. v square is equal to u square plus 2as ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കേ, നമുക്ക് ഇവിടെ 126 into 5/80 യുവിന്റെ വാല്യൂ എത്രയാണ് മക്കളെ വരിക? 80 നമുക്ക് കട്ട് ചെയ്ത് കളയാൻ കഴിയോ? 80 അല്ലേ? 80 നമുക്ക് എത്ര വരും? 80 36 വരും, 72 വരും, 72 7 വരും അല്ലേ? 7 ആണ് നമുക്ക് വരിക. അങ്ങനെയാണെങ്കിൽ ഓക്കെ 7 അല്ലല്ലോ വരിക, 756. ഓക്കെ 7 ആണ് വരിക. 7 into 5 എത്ര വരും മക്കളെ? നമുക്ക് 35 ആയിരിക്കും നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി വരിക കേട്ടോ. അങ്ങനെയാണെങ്കിൽ v സ്ക്വയർ എന്ന് പറയുന്നത് 0 സ്ക്വയർ അല്ലേ? is equal to u സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 35ന്റെ സ്ക്വയർ ആണ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണ് 2 into a into s അല്ലേ? s നമുക്കറിയാലോ, പിന്നെ എന്താ കൊടുക്കാത്തത്? കൊടുക്ക് പണി, ഇവിടെ കൊടുക്ക് പണി, ഒരു കൺഫ്യൂഷനും അടിക്കണ്ട കേട്ടോ. 2 into a into s എത്രയാണ്? 200 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ഇത് 35 നമുക്ക് ലെഫ്റ്റിലേക്ക് വരും. സോ ഇതെന്തായിട്ട് മാറൂടാ? -35 സ്ക്വയർ is equal to 2 into a into s വരില്ലേ? 200 വരില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ എന്ത് വരൂടാ? -35 into 35 ഡിവൈഡഡ് ബൈ -2 into 200 ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവും? നമ്മൾ എന്താ ചെയ്യുന്നത്? 2 into 200 അല്ലേ? is equal to എന്താ നമുക്ക് വരിക? 400 അല്ലേ? മക്കൾ നോക്കിക്കോ, a is equal to നമുക്ക് എന്ത് വരും മക്കളെ? ഇവിടെ 400 വരും. മക്കളെ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ആക്സലറേഷൻ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? is equal to നെഗറ്റീവ്, അതായത് -3.05 എന്നുള്ള രീതിയിൽ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും മക്കളെ? a is equal to -3.06. ആക്സലറേഷൻ കിട്ടിയില്ലേ? ആ രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പൊ ആക്സലറേഷൻ നമുക്ക് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വന്നാലോ? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇതിനും എളുപ്പമാണ്. കാര്യം എന്താണ്? നമുക്ക് v is equal to u plus 80 അല്ലേ? അങ്ങനെയാണെങ്കിൽ v നമുക്കറിയാലോ. v ആൻസർ എത്രയായിരുന്നു? v ആൻസർ 0 ആയിരുന്നു. u ആൻസർ എത്രയായിരുന്നു മക്കളെ? u ആൻസർ എന്ന് പറയുന്നത് എന്താണ്? v -35 ആയിരുന്നു അല്ലെ? u എത്രയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? 35 അല്ലായിരുന്നോ? യെസ്, 35 ആയിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ u is equal to -35 ആകും. is equal to 80 അല്ലെ? 80 എന്ന് പറയുന്നത് എത്രയായിരുന്നു? -3.06 into t. അങ്ങനെയാണെങ്കിൽ t is equal to എന്ത് വരൂടാ? -35 ഡിവൈഡഡ് ബൈ -3.06 ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ മക്കളെ അടിപൊളിയായിട്ട് ഒന്ന് അടിച്ചു നോക്കിയേ. എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ചേ. അതാണ് നമ്മുടെ എന്തിന്റെ ആൻസർ വരിക മക്കളെ? ടൈമിന്റെ ആൻസർ വരിക കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഒരു 11 പോയിന്റ് സംതിങ് വരും, 11.8 സംതിങ് വരും കേട്ടോ. അപ്പൊ മക്കള് ഈ മൈനസും എന്തായി പോകും? പ്ലസ് ആയി പോകും. 11 പോയിന്റ് സംതിങ് വരും. ഓക്കെ ഫൈൻ. അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മളൊന്ന് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ അതില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ? നമ്മൾ 8th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇനി മക്കൾ നോക്കിക്കോ. യെസ്, എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് x ആക്സിസ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്, യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. മക്കൾ ശ്രദ്ധിച്ചോ, യൂണിഫോം ആക്സിലറേഷന്റെ കേസാണ് പറയുന്നത്.
obtain an expression for displacement by drawing VT graph. നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെന്റിന് ഒരു ഇക്വേഷൻസ് വേണം. VT ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഒരു ഇക്വേഷൻ S is equal to അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടടാ. S is equal to ut plus half at square. ഓക്കെ ആണോ? അങ്ങനെയാണോ നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാലോ. S is equal to ut plus half at square. വേറെ ഒന്നുമില്ല. ഇവിടെ S എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, U ഇനിഷ്യൽ വെലോസിറ്റി ആണ്, A ആക്സിലറേഷൻ ആണ്, T ടൈം ആണ്, T എന്ന് പറയുന്ന ടൈം തന്നെയാണ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഗ്രാഫിൽ ചെറിയൊരു മാറ്റം വരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നമ്മൾ നോക്കിയേ. A ball is thrown vertically upwards with a velocity of 20 meter per second from the top of a tower. ഇപ്പൊ താഴത്തുനിന്നല്ല എറിയാൻ തുടങ്ങിയത് അല്ലെ, ഒരു ടവറിന്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ എറിയാൻ തുടങ്ങി. ഗുഡ്, അടിപൊളി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ടോപ്പ് ഓഫ് ടവറിന്റെ മുകളിൽ നിന്ന് നമ്മൾ എറിയാൻ തുടങ്ങി. നമ്മൾ ബോൾ റെഡ് ആണല്ലോ. ഓക്കെ, ബോൾ റെഡ് ആയല്ലോ. ഫൈൻ. ഈ ടവറിന്റെ ഹൈറ്റ് എത്രയാണ് മക്കളെ? ടവറിന്റെ ഹൈറ്റ് ഒരു 25 മീറ്റർ ആണ്. എത്രയാണ്? 25 മീറ്റർ ആണ് ഈ ടവറിന്റെ ഹൈറ്റ്. ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് 25 മീറ്റർ ആണ്. A ball is thrown vertically upward with a velocity of 20 meter per second. അപ്പൊ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. ഇനീഷ്യൽ വെലോസിറ്റി U എത്രയാണ് മക്കളെ? 20 meter per second ആണ്. Yes, good. അങ്ങനെയാണെങ്കിൽ from the top of a tower of a height 25 meter from the ground, how long does it remains in air? അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് പിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. മക്കള് നോക്കിക്കോ ഈ കാര്യങ്ങൾ ജസ്റ്റ് കാര്യങ്ങളൊന്ന് നോക്കി വെച്ചോ. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ബോള് മുകളിലേക്ക് എറിയാണ് അല്ലെ. ഈ ബോള് മുകളിലേക്ക് എറിഞ്ഞു. ഈ ബോൾ ഏറ്റവും ടോപ്പിലേക്ക്. അത് കഴിഞ്ഞ് ഈ ബോൾ എന്ത് ചെയ്യും? താഴേക്ക് വീഴും. അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുൻപത്തെ കേസാണ് നമ്മളോട് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇവിടെ മക്കൾ നോക്കിക്കേ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗ ലോങ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. എയറിൽ നിൽക്കുന്ന ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ കേസ് എന്താണെന്ന് അറിയോ? ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സെറ്റ് ആണേ, ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ കേസ് മക്കൾ നോക്കിക്കോ. ഇതുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെന്റ് ആണ്. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുന്നത്? അത് ഞാനൊരു എക്സാമ്പിൾ മക്കൾക്ക് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഒരു കേസ് എടുക്കാം, ഒരു ഗ്രാഫിന്റെ കേസ്. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ ഈ ഒരാള് നമ്മളെ ഒറിജിനിൽ നിന്ന് നടത്താൻ ആരംഭിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 മീറ്റർ ഇങ്ങോട്ട് പുള്ളി നടന്നു. ക്ലിയർ? 10 മീറ്റർ തിരിച്ചു പുള്ളി ഇങ്ങോട്ട് നടന്നു. 10 മീറ്റർ ഒരു 10 മീറ്റർ പിറകിലേക്ക് നടന്നു. ഓക്കെ, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് നടന്നു. അങ്ങനെയാണ് പുള്ളിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? പുള്ളിന്റെ ഡിസ്റ്റൻസ് പറയുന്നത് 30 ആയിരിക്കും അല്ലെ. ഈ ഒരു 10 അങ്ങോട്ട് നടന്നു, 10 ഇങ്ങോട്ട് നടന്നു, തിരിച്ച് 10 പിറകിലേക്ക് നടന്നു. ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 30 ആയിരിക്കും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് 10 മീറ്റർ, തിരിച്ചാ ഡയറക്ഷനിൽ റിവേഴ്സ് ആയിട്ട് 10 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയായി? 0 ആയി. ഇനി 10 മീറ്റർ അങ്ങോട്ടാ പിറകിലേക്കാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും മക്കളെ വരിക? -10 അല്ലേ നമുക്ക് വരിക. സെറ്റ് ആയിരിക്കുന്നു. നെഗറ്റീവ് എക്സിലേക്കല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അങ്ങനത്തെ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു അല്ലെ. ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്ന മക്കൾ നോക്കിയോ. മുകളിലേക്ക് നമുക്ക് എത്ര മീറ്റർ ആണോ? അല്ല, മുകളിലേക്ക് 3 മീറ്റർ മുകളിലേക്ക് പോയി അല്ലെ. മുകളിലേക്ക് ഈ ഒരു ഹൈറ്റ് മുകളിലേക്ക് എത്ര മീറ്റർ പോയിക്കോ അത്രയും മീറ്റർ പോയി. ഒരു +h മുകളിലേക്ക് പോയി. താഴേക്ക് എത്ര വന്നു? ഒരു -h വന്നു. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഒരു +h മുകളിലേക്ക് പോയി, ഒരു -h താഴേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിന്റെ അതേ ഹൈറ്റിൽ തന്നെ ഈ ബോൾ എത്തുന്ന സമയത്ത് എന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? അതായത് ഈ പുള്ളിന്റെ കയ്യിൽ ഇവിടെ തന്നെ എത്തുന്ന സമയത്ത് എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക? 0 ആയില്ലേ. പക്ഷെ ബോൾ അവിടെ നിന്നിട്ടില്ല, നേരെ താഴേക്ക് വരികയാണ്. നെഗറ്റീവ് y ഡയറക്ഷനിലേക്ക് വരിക. എത്ര ദൂരം നെഗറ്റീവ് y ഡയറക്ഷനിലേക്ക് വന്നേ? അത് ആരുടെ ഹൈറ്റാ? ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അല്ലേ. ബോള് ഇവിടെ വരെ എത്തുന്നത് വരെ, ഞാനിപ്പോ ബ്ലാക്കിൽ വരച്ചില്ല, ഇവിടെ വരെ എത്തുന്നത് വരെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? 0 ആയിരുന്നു അല്ലെ. ബോൾ മുകളിലേക്ക് +h പോയി, തിരിച്ച് -h താഴേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൽ, ഞാൻ ഈ ബ്ലാക്ക് ലൈനിൽ വരച്ചിട്ടുള്ള ഈ y എന്ന് പറയുന്ന ഈ ബ്ലാക്ക് ലൈനിൽ വരച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയായി? 0 ആണ്. പക്ഷെ ബോൾ അവിടെ സ്റ്റോപ്പ് ആയില്ല. ബോൾ വീണ്ടും താഴേക്ക് വന്നു. ആ ബിൽഡിങ്ങിന്റെ താഴേക്കല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? ഓർമ്മയില്ലേ? 25 അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് മക്കളെ? 25 ആയിരിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? 25 ആയിരിക്കില്ല, -25 ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ S is equal to നമുക്ക് എത്ര വരും? -25 മീറ്റർ. സെറ്റ് ആണോ?
അടിപൊളിയല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഇവിടെ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനീഷ്യലി ഈ ബോളിന് ഒരു വെലോസിറ്റി ഉണ്ടല്ലോ. ഇനീഷ്യലി ആ ബോളിന് ഒരു വെലോസിറ്റി ഉണ്ട് അല്ലെ? ഇനീഷ്യലി ആ ബോളിന് ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലേക്കായിരിക്കും. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഡയറക്ഷനിലേക്കാണ് മുകളിലേക്ക് ആ ബോൾ എറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബോൾ മുകളിലേക്ക് എറിയുന്ന സമയത്ത് ഇവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും? -g അല്ലേ? അങ്ങനെയാണെങ്കിൽ a is equal to നമുക്ക് എത്ര കൊടുക്കാം? -9.8 കൊടുക്കാം. ഇവിടെ 9.8 എടുക്കണം, 10 എടുത്താൽ മതി. g is equal to 10 കൊടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -10 കിട്ടും. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. പക്കയല്ലേ? അങ്ങനെയാണ് നമ്മൾ നോക്കിക്കോ. നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ആവശ്യമുള്ളത് ആരായിരുന്നു? ടി എന്ന് പറയുന്നതല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ നോക്കിക്കേ. s is equal to ut plus half at² അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അടുത്ത രണ്ട് ഇക്വേഷൻസ് ഉപയോഗിക്കാതിരുന്നേ? v is equal to u plus at. അതിൽ v ആവശ്യമുണ്ട് അല്ലേ? ടി കണ്ടുപിടിക്കണം. v ആവശ്യമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, നമ്മളത് ഒഴിവാക്കി. രണ്ടാമത്തെ ഇക്വേഷനിലോ v square is equal to u square. അതിനെ ആലോചിക്കേ വേണ്ട, കാര്യം എന്താ? അതിൽ ഓൾറെഡി ടി ഉണ്ട്, അതിൽ വേണ്ട നമുക്ക്. s is equal to ut plus half at². നമ്മൾ ഇത് വെച്ചാൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. s എന്താണ് മക്കളെ? s എന്താണ്? -25. സെറ്റ് ആണോ? u എന്താണ്? നമുക്കറിയാം u 20 ആണ് അല്ലെ? 20 into t plus half into a എത്രയാണ് മക്കളെ? -10 ആണ് into t². അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുത്ത് സെറ്റ് ആക്കി വെക്കാം. -25 is equal to 20t minus 2, 10 കൂടി കട്ട് ചെയ്തു, 5i -5t². റെഡിയാണോ? കൺഫ്യൂഷൻസ് ഇല്ലേ? നമ്മൾ സെറ്റ് ആയി മുന്നോട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ മകള് ഈ ഇക്വേഷൻ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. എന്റെ കൂടെ അല്ലേ മക്കള്? സെറ്റ് ആണ്, എന്റെ കൂടെ തന്നെ വരണം കേട്ടോ. നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണേ. മകള് നോക്കിക്കോ, നമ്മളൊക്കെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് എന്താ ഇവിടെ? നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ കേട്ടോ, 5t². നമ്മള് -5t² ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് എന്തായി മാറി? 5t² ആയി. 20t എന്തായിട്ട് മാറൂടാ? -20t. ഇവിടെ എന്താവും മക്കളെ? -25 അല്ലേ? -25 ഇവിടെ ഉണ്ടാവും. is equal to എന്താണ്? 0 അല്ലേ? ഇനി ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ മക്കളെ? ടി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ടിന്റെ ആൻസർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കിയോ, ടി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇതിപ്പോ എന്ത് ഫോമിലാണ്? ഇതിപ്പോ എന്ത് ഫോമില മക്കളെ? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമില അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ax² + bx + c = 0. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? -b ± √b² - 4ac/2a അല്ലേ? മക്കൾ പഠിച്ചതാ, 10th മക്കൾ പഠിച്ച ഇക്വേഷനാ. അതാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് വന്നേ, നമ്മൾ എന്തൊക്കെയാ നമ്മൾ ചെയ്തു കൂട്ടാൻ പോകുന്ന കാര്യങ്ങളൊന്നും നോക്കിക്കേ മക്കള്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടാൻ പോകുന്നത്? ഇവിടെ നോക്കിയോ മക്കള്, ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അങ്ങനെയാണെങ്കിൽ -b അല്ലെ? -b ഇത് a ആണ്, ഇത് b ആണ്, ഇത് c ആണല്ലോ. അങ്ങനെയാണെങ്കിൽ -b എന്ന് പറയുന്നത് എന്ത് വരും മക്കളെ? ഒന്ന് പറഞ്ഞേ എനിക്ക്. -b എന്ന് പറയുന്നത് -20 -b. ഇക്വേഷൻ ഒന്നും കൂടി എഴുതുക കേട്ടോ. -b ± √b² - 4ac/2a അല്ലെ? -b എന്ന് പറയുന്നത് എന്താവും? -20 ആണ്. -20. അപ്പൊ എന്തായിട്ട് മാറും മക്കളെ? 20 ആയിട്ട് മാറി. 20 ± √b² അല്ലേ? 20² എന്ന് പറയുമ്പോൾ എത്ര വരും മക്കളെ? 400 വരും. മൈനസ് a 4 into a into c. a എത്രയാണ് മക്കളെ വരിക? 4 into a. 4a എന്ന് പറയുന്നത് 5 ആണ്. സോ 4 into 5 into c എത്രയാണ്? c -25 അല്ലേ? c -25 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ +25 ലേക്ക് വരും കേട്ടോ. ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? 2 into a വരത്തില്ലേ? ക്ലിയർ ആണോ? നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് വേണമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അതൊന്നും നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഈക്വേഷൻ കുറച്ചുകൂടി ചെറുതാവും, മക്കൾക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്താൽ തെറ്റൊന്നുമില്ല, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇത് ഈ ഇക്വേഷനിലെ എല്ലാത്തിനും നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്താലോ? അടിപൊളിയല്ലേ? ഇത്രയും വലിയ ഇക്വേഷനിൽ കളിക്കാൻ പോകണ്ട. അങ്ങനെയാണ് നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എത്ര വരും? t² - 20t 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4t - 5 is equal to എന്താണ്? 0. റെഡിയാണേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ നോക്കിക്കേ. ഇവിടെ -b ± √b² - 4ac/2a അല്ലേ? -b എന്ന് പറയുന്ന ആരാ മക്കളെ?
മൈനസ് ബി എന്ന് പറയുന്നത് -4 അല്ലേ? അല്ലേ? മൈനസ് ബി എന്ന് പറയുന്നത് -4 ആണ്. അങ്ങനെയാണെങ്കിൽ ബി -4 ആണ്. സോ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? +4 വരും അല്ലേ? +4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac. b² എന്ന് പറയുന്നത് 16 ആണ്. -4. ഓക്കെ, 4 ടു a എത്രയാണ് മക്കളെ? 1 ആണ്. c എത്രയാണ് മക്കളെ? -5 ആണ്. -5 ഇവിടെ എന്തായിട്ട് മാറുടാ? +5 ആയി മാറും. ഡിവൈഡഡ് ബൈ 2 × 1. ഓക്കെ ആണോ? ഇക്വേഷനിലേക്ക് നമ്മൾ വരികയാണേ. അതിനാ മക്കൾ നോക്കിക്കോ. 60 × 4 × 5 അല്ലേ? 20 വരും. 20 വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി മക്കളെ? ഇതിനുള്ള ഇക്വേഷൻ എന്താവും? 4 പ്ലസ് ഓർ മൈനസ് ഇവിടെ 36 ആവും. ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 വരും. ഈ രണ്ട് ആൻസർ ആണല്ലോ. ഒന്നുകിൽ പ്ലസ് വരാം അല്ലെങ്കിൽ മൈനസ് വരാം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? 4 + 6/2 4 - 6/2. 4 + 6/2 എന്ത് വരും? 10/2 5 വരും. 4 - 6/2 എന്ത് വരും? -2/2 -1 വരും. നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താ? ടൈം അല്ലേ? ടൈം നെഗറ്റീവ് വാല്യൂ വരും ഇല്ല. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം. നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. അപ്പൊ സെറ്റ് ആണോ? അപ്പൊ നമ്മളുടെ ടോട്ടൽ ടൈം, ആ എയറിൽ നിൽക്കുന്ന ആ ബോളിന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 5 സെക്കൻഡ് ആണ്. സെറ്റ് ആണോ? കുറച്ച് ലെങ്ത് ആണ് പ്രോബ്ലം. ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് വന്നു, അത് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. വേറെ ഒന്നുമില്ല. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ബോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് കയറിയാണ്. ആ ബോൾ തിരിച്ച് താഴേക്ക് വന്നു. ഓക്കെ ആണോ? അത്രയേ ഉള്ള കാര്യം. യു വെലോസിറ്റിയിലാണ് ആ ബോൾ മുകളിലേക്ക് എറിയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി യു ഉണ്ട്. ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ വെലോസിറ്റി എന്തായി? 0 ആയി. താഴേക്ക് എത്തി ബോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള കേസ് വരെയാണ് നമ്മൾ പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എത്ര ടൈം ആണ് ഇത് എയറിൽ എക്സിസ്റ്റ് ചെയ്യാന്ന്. എയറിൽ എത്ര ടൈം നിൽക്കും? അത്രേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട് മക്കള്. ഇവിടെ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20. അത് ഓക്കെയാണ്. 20 ആ ഡയറക്ഷൻ മുകളിലേക്ക് അപ്പോൾ ഡയറക്ഷനിൽ 20. അങ്ങനെയാണ് എസ്ഒ ഡിസ്പ്ലേസ്മെന്റോ അത് മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. കാര്യം ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് മക്കൾ എറിയാണ് ഒരു ബോൾ മുകളിലേക്ക് ബോൾ എറിയുന്നു അല്ലെ? നിങ്ങളുടെ മുകളിലേക്ക് ബോൾ എറിയുന്നു. ഈ മുകളിലേക്ക് ബോൾ എറിഞ്ഞ് ഈ ഹൈറ്റിലേക്ക് എത്തി അവിടെ തിരിച്ച് നിങ്ങളുടെ ഹൈറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായി മക്കളെ? 0 ആയി. പക്ഷെ ബോൾ ഇവിടെ നിൽക്കുന്നില്ല. ബോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്ര താഴേക്കാ പോകുന്നത്? ഗ്രൗണ്ട് വരെയല്ലേ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? -25 ആയിരിക്കും. എവിടുന്ന -25 കിട്ടിയേ? ആ ബിൽഡിംഗിന്റെ ഹൈറ്റ് എത്രയാ? 25 ആണ്. സോ നമുക്ക് അവിടെ എത്തി കിട്ടി മക്കളെ -25 കിട്ടി. ഇവിടെ ആക്സിലറേഷനോ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എറിയുന്നു അല്ലെ? ആക്സിലറേഷൻ അപ്പൊ ഇങ്ങോട്ടായിരിക്കും ഡൗൺവേർഡ് അല്ലേ? അപ്പൊ ആക്സിലറേഷൻ എത്രയായിരിക്കും മക്കളെ? -10 ആണ്. അപ്പൊ അതും കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. യെസ്. ഇനി ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. S = ut + ½ at² ആണ്. അവിടെ S എന്ന് പറയുന്നത് എന്താണ് മക്കളെ? -25 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. u 20 ആണ്. t എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. t ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. +½ × ആക്സിലറേഷൻ നമുക്ക് അറിയാം. കാരണം എന്താ? -10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അവര് 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് നമ്മൾ -10 എടുത്തു അല്ലെ? അങ്ങനെയാണ് ½ × -10 × t² കണ്ടുപിടിച്ചു. അവിടെ നമുക്ക് ആ ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് മാറി. അവിടെ നിന്ന് നമ്മൾ ഇക്വേഷനിൽ കണ്ടുപിടിച്ചു t = ഒന്നുകിൽ 5 ആകും അല്ലെങ്കിൽ എത്രയായിരിക്കും? -1 ആയിരിക്കും. ടൈം നെഗറ്റീവ് ആവില്ല. സോ t = എത്രയാണ് മക്കളെ? 5 ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ആൻസറിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി സഹായിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? സെറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അടിപൊളിയാണ് കേട്ടോ. യെസ്. ഇനി മക്കൾ നോക്കിയോ. എ പ്ലെയർ ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ്സ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി ബോൾ അറ്റ് ദി ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ? ഒന്നുമില്ല. ഒരു കളിക്കാരല്ലേ ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു. ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ ഇതിന്റെ വെലോസിറ്റി എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 0 ആണ്. ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്. അത് എത്രയായിരിക്കും? 9.8 ആയിരിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? യെസ്, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? യെസ്. നമ്മൾ നോക്കിയോ. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഷോൺ ഇൻ ഫിഗർ. നോക്കിയോ, ഗ്രാഫ് നോക്കിക്കോ. അവിടെ what is the magnitude of initial velocity of the ball? എടാ ഈ ഇനീഷ്യൽ വെലോസിറ്റി ഇപ്പൊ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം t1 ടൈം ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ നോക്കിക്കോ. t1 ടൈം ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇവിടെ വെലോസിറ്റി ആണ്, ഇവിടെ ടൈം ആണ്. t1 ടൈം നമുക്കൊരു 3 ടൈം കൊടുക്കാം കേട്ടോ. ഇവിടെ t1 ആണ്, ഇവിടെ t2 ആണ്,
ഇവിടെ T3 ആണ്. 3 സമയത്ത് വെലോസിറ്റി മക്കളെ എനിക്കൊന്ന് പറഞ്ഞേ. T1 വെലോസിറ്റി എത്രയാണ്? T1 വെലോസിറ്റി എത്രയാണ് മക്കളെ? T1 ഈ പോയിന്റിലെ വെലോസിറ്റി എത്രയാ? 100 അല്ലേ? V1 അത് എത്രയാണ്? 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? T2 വെലോസിറ്റി എത്രയാണ്? V2 അല്ലേ? അത് എത്രയാണ്? 0 അല്ലേ? T3 എത്രയാണ് മക്കളെ? V3 ആണ്. അത് എത്രയാണ് മക്കളെ? -100 ആണ്. ഇത്രയേ ഉള്ളൂ, കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോൾ? ഇനീഷ്യൽ വെലോസിറ്റി ഏതാ മക്കളെ? V1 ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 100 ആണ് അല്ലേ? അത്രയേ ഉള്ളൂ, 100 ആണ്. നമുക്ക് 100 എന്ന് എഴുതി വെച്ചാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ ഡ്യൂറിംഗ് 20 സെക്കൻഡ്. 20 സെക്കൻഡില് എത്ര ടൈമാണുള്ളത്? T1, T2, T3 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? T1 എത്രയാണ് നമ്മൾ എടുത്തിരുന്നത്? T1 എത്രയായിരുന്നു? T1 എത്രയായിരുന്നു മക്കളെ? ഓക്കെ, T1 എത്രയായിരുന്നു? 0 സെക്കൻഡ് ആയിരുന്നു. T2 എത്രയായിരുന്നു? 10 സെക്കൻഡ് ആയിരുന്നു. T3 എത്രയായിരുന്നു? 20 സെക്കൻഡ് ആയിരുന്നു. T1 0 സെക്കൻഡ്, T2 10 സെക്കൻഡ്, T3 20 സെക്കൻഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 20 സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള ബോളിന്റെ ഡിസ്റ്റൻസ് ആ ചോദിച്ചിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഡയറക്ഷൻ, അതായത് പോസിറ്റീവിലും നെഗറ്റീവിലും ആ ഗ്രാഫ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണമായിരുന്നു. പക്ഷെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? ഡയറക്ഷൻ കൺസിഡർ ചെയ്യണ്ട. നമുക്കൊരു കാര്യം അറിയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലെ? അല്ലേ? ഇവിടെ പോസിറ്റീവ് എക്സും ഇതാ നോക്കി, ഞാൻ ഹാച്ച് ചെയ്യുന്ന പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുണ്ട്, നെഗറ്റീവിലും അതേപോലെ കിടക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇവിടെ ഡയറക്ഷൻ എന്ത് ചെയ്യേണ്ട മക്കളെ? കൺസിഡർ ചെയ്യേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ല, അതിന് പകരം എന്താണ്? ഡിസ്റ്റൻസ് ആണ്. സോ നമ്മൾ അത് എടുക്കേണ്ട. നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡിലൂടെ മുന്നോട്ട് പോകണം. യെസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് VT ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ്, അതായത് നമ്മൾ വരയ്ക്കുന്ന ഈ ഗ്രാഫിന്റെ, അതായത് ഈ ഏരിയ നമ്മളിപ്പോ വരച്ചിരിക്കുന്ന ഈ ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കർവ് കണ്ടുപിടിച്ചാൽ മതി. അത് എന്ത് കിട്ടും മക്കളെ? നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഏരിയ അണ്ടർ കർവ് ചെയ്യണം. ഏരിയ അണ്ടർ കർവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മക്കൾ നോക്കിക്കോ, അത് 2 ട്രയാങ്കിൾ അല്ലേ? ഒന്നാമത്തെ ട്രയാങ്കിൾ ഇതാണ്, രണ്ടാമത്തെ ട്രയാങ്കിൾ ഇതല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ കർവ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും? നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. 2 ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹാഫ് ഇൻറ്റു BH വരും, ഹാഫ് ഇൻറ്റു B1 H1 വരും, പ്ലസ് സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഹാഫ് ഇൻറ്റു B ഇൻറ്റു H വരും. അവിടെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹാഫ് ഇൻറ്റു B ഇൻറ്റു H എന്താ മക്കളെ? ബ്രെഡ്ത്ത് എന്താണ്? 10 ആണ് അല്ലെ? ഹൈറ്റ് എന്താണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100 പ്ലസ് സെക്കൻഡ് ട്രയാങ്കിളിന്റെയോ നമുക്ക് ഇത്രയും ദൂരല്ലേ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, അത് ഹാഫ് ഇൻറ്റു 10 തന്നെയാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് എത്രയാണ് മക്കളെ വരിക? 100 ആണ് കേട്ടോ. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ഏരിയാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടൂടാ? ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നെങ്കിലോ? ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഇത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്ലസ് സൈൻ മാറിയിട്ട് ഇവിടെ എന്താ ഇവിടെ? നെഗറ്റീവ് സൈൻ ആവും. അത്രയേ ഉള്ളൂ. അപ്പൊ അത് 0 ആയിട്ട് മാറും. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? പോസിറ്റീവ് ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ 2 ട്രയാങ്കിളിന്റെയും വെലോസിറ്റി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. പക്ക. ഗുഡ്. ഫൈൻ. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദി ബോൾ ഫ്രം ദി ഗ്രാഫ് അല്ലേ? എങ്ങനെയാണ് ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കാം? ഒരു VT ഗ്രാഫിന്റെ ആക്സിലറേഷൻ കേട്ടോ. മകള് നോക്കിക്കോ, എന്റെ കയ്യിൽ ഒരു VT ഗ്രാഫ് ഉണ്ട്. മകള് സ്ലോപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നതാണ്. സ്ലോപ്പിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, അതില്ലേ നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞേ? എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, അതല്ലേ സ്ലോപ്പ് എന്ന് പറഞ്ഞേ? അതിൽ നമ്മൾ എന്താണ് മക്കളെ പറഞ്ഞിരുന്നേ? ടാൻ തീറ്റ അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? y2 മൈനസ് y1 ഇസ് ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്ലോപ്പ് കിട്ടും എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണ് മക്കളൊന്ന് പറ. നമ്മൾ ഈ ഗ്രാഫിൽ നമ്മൾ വരയ്ക്കാനുള്ള നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫില് y2 y1 ഒരു കേസ് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ഈ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ നമുക്ക് ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാം. അവിടെ മക്കൾ നോക്കിക്കോ,
x1 എത്രയാ? x ആക്സിലെ 1 എത്രയാണ്? ഞാൻ ബാക്കിയൊന്നും ഒഴിവാക്കുന്നുണ്ട്, ബാക്കിയൊക്കെ ഒഴിവാക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല, പ്ലെയിൻ ആക്കി എടുക്കുകയാണ്. ഇവിടെ ഒരു x1 ഉണ്ട്, ഇവിടെ നമുക്കൊരു x2 ഉണ്ട്, ഈ പോയിന്റിന് നമുക്ക് ഒരു y1 വരും, ഈ പോയിന്റ് ഈ ഹൈറ്റില് നമുക്കൊരു y1 വന്നു, ഇവിടെ നമുക്ക് എന്ത് വരൂടാ? ഒരു y2 വന്നു അല്ലെ. അങ്ങനെയാണ് നമ്മൾ നോക്കിക്കേ, x1 0, x1 0 ആണ്, x2 എത്രയാ വരുന്നേ? x2 10 അല്ലേ, y1 y1 എന്ന് പറയുന്നത് 100 ആണ്, y2 എന്ന് പറയുന്നത് എത്രയാടാ? 0. ശരിയാണോ? ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്കിലും നമുക്കത് ക്ലിയർ ആയി വരും കേട്ടോ. x1 എന്ന് പറയുന്നത് ഈ x ആക്സിലുള്ള ഫസ്റ്റ് പോയിന്റ് ആണ്, അത് നമുക്ക് എത്രയാണ് വരിക? മക്കൾ നോക്കിക്കോ, x1 എന്ന് പറയുന്നത് ഈ പോയിന്റ് അല്ലേ, അത് എത്രയാണ്? 0 ആണ്. x2 എന്ന് പറയുന്നത് ഈ പോയിന്റ് അല്ലേ, അത് എത്രയാണ്? 10 ആണ്. അപ്പൊ നമുക്ക് അത് ഓക്കെ. ആ x1 സംഭവിക്കുന്ന y1 എത്രയാണ്? 100 ആണ്, അത് നമുക്ക് ഇവിടെ വേണ്ടി. x2 സംഭവിക്കുന്ന കാര്യം എന്താണ് മക്കളെ? y2 ആണ്, അത് എത്രയാണ്? 0 ആണ്, അത് നമുക്ക് റെഡി. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആണല്ലോ, യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളൊന്ന് എനിക്കൊന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 minus y1, 0 minus 100 divided by x2 minus x1, 10 minus 0 വരും. നമുക്ക് എത്ര വരും? -100 divided by 10 വരും, -10 വരും. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഒന്ന് ഓർത്ത് വെച്ചോ മക്കള്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടൂടാ? ആക്സിലറേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ xt ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? വെലോസിറ്റി കിട്ടും. സെറ്റ് ആണോ? ആ 2 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേട്ടാ, നമുക്ക് എക്സാമിനൊക്കെ ആവശ്യം ഉണ്ടാവുന്ന 2 പോയിന്റുകളാണ്. റെഡി ആണല്ലോ? യെസ്, ഫൈൻ.